ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാളെങ്ങ് നീ പോയി പൂവേ, മണ്ണിനടിയിൽ ഒളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു. നമസ്കാരം. യറലവ.നെറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യറലവയുടെ വാക്കും വഴിയും എന്ന സീരീസിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഞങ്ങളുടെ സിപ്പി മാഷ്, കേരളത്തിന്റെ പ്രിയപ്പെട്ട സിപ്പി സാർ. കേവലം ഒരു അധ്യാപകൻ എന്നതിനപ്പുറം കേരളീയ ജീവിതത്തിലെ എല്ലാ പ്രായത്തിലുള്ള മനുഷ്യരുടെയും നിത്യജീവിതത്തിലെ ഒരു സാന്നിധ്യമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സിപ്പി സാർ. ആ സാഹിത്യ സാന്നിധ്യം ഇന്നും തുടരുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സ്വാഗതം. നമസ്കാരം സാർ. സാറേ, ഇന്നത്തെ കുട്ടികളെ കുറിച്ച് തന്നെ ചോദിക്കാം. ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടമാകുന്നത് എന്താണ്? പ്രധാനമായും കുട്ടിത്തം നഷ്ടമാകുന്നു എന്നാണ് സത്യം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത ഒരു കുഞ്ഞിൻ്റെ മുഖത്തും മനസ്സിലും ചുണ്ടിലും കാണാത്ത ഒരു കാലമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പഴയ കാലത്ത് തുമ്പികളുടെ പിന്നാലെ ഓടുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൂക്കളോട് കിന്നാരം പറയുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പൂ കാണുമ്പോൾ ആ പൂവിൻ്റെ ചന്തം നുകരാൻ ഇങ്ങനെ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന കുഞ്ഞിൻ്റെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു അനുഭവം ഇന്ന് കാണുന്നില്ല. നമ്മൾ പൂക്കളെ കാണുന്നു എന്ന് പറഞ്ഞാൽ ആ പൂക്കളിലൂടെ എത്രയോ ദൂരേക്ക് സഞ്ചരിക്കുകയാണ്. ഒരു തുമ്പപ്പൂവിനെ കാണുമ്പോൾ ആ തുമ്പപ്പൂവിൽ നിന്ന് 100 കഥകൾ വിരിയും. ആ തുമ്പപ്പൂവിൻ്റെ നിറം, തുമ്പപ്പൂവിൻ്റെ ആകൃതി, അതിൻ്റെ ഭംഗി, ഇതൊക്കെ ആ നിഷ്കളങ്ക ബാല്യത്തിൻ്റെ ലക്ഷണമായി അവർ കണ്ടിരുന്നത്. ആ ഒരു കുഞ്ഞിന് തോന്നും ഇത് മാലാഖയുടെ പാദമാണെന്ന് തോന്നും. നല്ല വെളുത്ത, അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിലെ ആ മാലാഖയുടെ പാദം പോലെയാണല്ലോ ഈ തുമ്പപ്പൂ എന്ന് തോന്നും. അപ്പോൾ ഏതോ മാലാഖയുടെ കളഞ്ഞുപോയ ഒരു പാദമാണ്, കാൽപാദമാണ് ഈ തുമ്പപ്പൂവായിട്ട് വിരിഞ്ഞു നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്തയിലേക്ക്, ഒരു ഭാവനയിലേക്ക് കുഞ്ഞിൻ്റെ മനസ്സിൽ കൊണ്ടുപോകും. ഇങ്ങനെയായിരുന്നു പഴയ ബാല്യത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിൽ നിന്നാണ്, ഈ കുഞ്ഞുനാളിലെ അത്തരം അനുഭവങ്ങളിൽ നിന്നാണ് കവിത പോലും വന്നിരുന്നത്. അങ്ങനെയാണ്. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു പൂവിനെ കാണുമ്പോൾ ഒരു കുഞ്ഞിന്, ആ കുഞ്ഞിന് ആ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് വരുന്നു ഒരു ചോദ്യം, അറിയാതെ വരുന്നുണ്ട്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാളെങ്ങ് നീ പോയി പൂവേ, മണ്ണിനടിയിൽ ഒളിച്ചിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ. ഇങ്ങനെ ഒരു ചോദ്യം ഉണരണമെങ്കിൽ ആ കുട്ടി പുറത്ത് നിൽക്കുന്ന ഇത്തരത്തിലുള്ള പൂക്കളെ, പ്രകൃതിയിലെ ഇത്തരം കുരുന്നു പൂക്കളെയെല്ലാം നോക്കിക്കാണാനുള്ള ഒരു അനുഭവം ബാല്യത്തിലുണ്ടാകണം. പക്ഷെ ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു പൂവിനെ നോക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കാണുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തുമ്പിയുടെ പിന്നാലെ ഓടുന്ന ഒരു കുട്ടിയെ കാണുന്നില്ല. ഒരു കിളിയുടെ പാട്ടിന് എതിർപാട്ട് പാടുന്ന ഒരു കുട്ടിയെ നമ്മൾ കാണുന്നില്ല. അണ്ണാർക്കണ്ണൻ്റെ ചിൽച്ചിൽ നാദത്തിനൊപ്പം ചിലച്ച് രസിച്ച് അതിനെ ദേഷ്യം കയറ്റുന്ന ഒരു കുഞ്ഞിനെ നമ്മൾ കാണുന്നു. ഇതൊക്കെയാണ് ബാല്യകാല കുസൃതി. നിഷ്കളങ്കതയുടെ അടയാളമായിട്ട് നമ്മൾ കണ്ടിരുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ മറഞ്ഞുപോയി. അങ്ങനെ ഒരു കുട്ടിയെ തന്നെ കാണുന്നില്ല. പുറത്ത് ഒരു കുട്ടി തന്നെ ഇങ്ങനെ ആ വീട്ടിലുള്ള പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള ചെടിയുടെ മുന്നിൽ ഒരു കുട്ടി തന്നെ പ്രത്യക്ഷപ്പെടുന്ന രീതി ഇന്നില്ല. നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയാലേ അവരെ കാണും. അപ്പോൾ അവർ എങ്ങനെയോ ഈ പ്രകൃതിയിൽ നിന്ന് ഒക്കെ അകന്ന് വീടിൻ്റെ അകത്തളങ്ങളിൽ എവിടെയോ അല്ലെങ്കിൽ പുതിയ യുഗത്തിൻ്റെ ആയുധങ്ങളിൽ ഒക്കെ ഒതുങ്ങിപ്പോകുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറ് 1966 അധ്യാപകനായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10-30 ബാല്യങ്ങളെ, കൗമാരങ്ങളെയൊക്കെ സാറ് കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇന്ന്
കൗമാരത്തിനെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ, കൗമാരം സാമൂഹ്യ കുടുംബജീവിതങ്ങളിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ സാറിന് ഇനിയുള്ള തലമുറയെക്കുറിച്ച് പ്രത്യാശകളുണ്ടോ? പ്രത്യാശകളുണ്ട്. പക്ഷേ നമുക്ക് അതൊരു സംശയത്തോടു കൂടിയ പ്രത്യാശയാണ്. ഇപ്പോഴത്തെ നിലയിലുള്ള ഈ പോക്ക് പോയാൽ നമ്മുടെ ഈ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തീരെ ചെറിയ കുട്ടികളെ അല്ല, ഒരു ബാല്യം, കൗമാരം, ഇതൊക്കെ കടന്ന കുട്ടികൾ എവിടെയാണ് ചെന്നെത്തുക എന്നുള്ളൊരു ചിന്ത നമ്മളെല്ലാവരെയും, പുതിയ തലമുറയിൽപ്പെട്ട ഒത്തിരി പ്രായം ചെന്ന ആളുകളെയെല്ലാം അലട്ടുന്നുണ്ട്. അത് ഈ പ്രത്യാശ നഷ്ടപ്പെട്ടതുപോലുള്ളൊരു തോന്നലാണ്. കുട്ടികൾ നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളൊരു തോന്നലാണ്. പഴയ കാലത്ത് കുട്ടികളെല്ലാം അച്ഛനമ്മമാരുടെ മടിത്തട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മുടെ വളർച്ച തന്നെ തുടങ്ങുന്നത്, മടിത്തട്ടിൽ നിന്നായിരുന്നു. അങ്ങനെ മടിത്തട്ടിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടിയാണ് പിന്നീട് അക്ഷരങ്ങളുടെ ലോകത്തുകൂടെ കടന്ന് അച്ഛനമ്മമാരനുസരിച്ച്, സമൂഹത്തെ അനുസരിച്ച്, ഗുരുക്കന്മാരെ അനുസരിച്ച് ഒക്കെയാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ വലിയൊരു അച്ചടക്കത്തിൻ്റെ, അനുസരണത്തിൻ്റെ ഒരു ജീവിത പാഠം അവർക്ക് കിട്ടിയിരുന്നു. അതുവച്ചാണ് അവർ പുതിയൊരു ജീവിതം കരുപ്പിടിപ്പിച്ചിരുന്നത്. അടുക്കും ചിട്ടയുമുള്ളൊരു ജീവിതമായിരുന്നു അത്. ഇപ്പോൾ ആ അടുക്കും ചിട്ടയും കാണുന്നില്ല. കുത്തഴിഞ്ഞ, കാരണം നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് അവർ വിട്ടുപോയിട്ട് അവർക്കിഷ്ടമുള്ള വഴിയെ സഞ്ചരിക്കുകയാണ്. ആ വഴി നന്മയുടെ വഴിയാണോ തിന്മയുടെ വഴിയാണോ എന്നുള്ള തിരിച്ചറിവ് കുട്ടിക്കുമില്ല, നോക്കി നിൽക്കുന്ന നമുക്ക് പോലും ഇല്ലാത്ത ഒരവസ്ഥയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരെ രക്ഷിക്കണമെങ്കിൽ, പുതിയ ബാല്യ കൗമാരങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്ക് പഴയതുപോലുള്ള അനുഭവ പാഠങ്ങൾ, ഇപ്പം നമ്മൾ അനുഭവ പാഠങ്ങൾ നേടിയിരുന്നത് മുത്തശ്ശിമാരുടെ കഥകളിൽ നിന്ന്, അതുപോലെ മാതാപിതാക്കളൊക്കെ ചൊല്ലിത്തരുന്ന നല്ല കവിതകളിൽ നിന്നൊക്കെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കാനുള്ള ഓരോരോ പാഠങ്ങൾ അറിയാതെ കിട്ടുകയാണ്. അത് ഇപ്പോൾ 3 വയസ്സ് ഉള്ള കുട്ടി അമ്മയെ അനുസരിക്കാത്ത ആട്ടിൻകുട്ടിയുടെ കഥ കേൾക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലിരുന്ന് ഈസോപ്പ് പറഞ്ഞ കഥയാണ് അമ്മയെ അനുസരിക്കാത്ത ആട്ടിൻകുട്ടിയുടെ കഥ. തലമുറകൾ കൈമാറിയിട്ടും നഷ്ടപ്പെടാതെ ആ കഥ വീണ്ടും മുത്തശ്ശിയുടെ ചുണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ ചുണ്ടിൽ നിന്ന് കുട്ടി കേൾക്കുന്നു. ആ കുട്ടി കഥ കേൾക്കുകയല്ല, അവിടെ വലിയൊരു ജീവിത പാഠം, അവൻ്റെ ജീവിതത്തിൽ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ, ചുട്ട മുതൽ ചുടല വരെ സൂക്ഷിക്കേണ്ട വലിയൊരു തത്വം ഈ കഥയിലൂടെ പഠിക്കുകയാണ്. അനുസരണയില്ലാത്തവൻ ആപത്തിൽ ചാടാൻ സാധ്യതയുണ്ട് എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ മനസ്സിൽ ഈ കഥ ഒരു പാഠം കുറിച്ചിടും. അത് ജീവിതത്തിലുടനീളം അതുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് കുട്ടി പിന്നീട് ഇതുപോലുള്ള നിരവധി കഥകൾ, ഈ സ്വപ്പ് കഥകൾ പോലെയുള്ള, ഇപ്പോൾ പൊന്മൊട്ടയിടുന്ന താറാവിൻ്റെ കഥ നമുക്ക് നിസ്സാരമായ ഒരു തമാശയായിട്ട് തോന്നും, ഇതെന്ത് കഥ എന്ന് തോന്നിയേക്കാം. പക്ഷേ 1000 കൊല്ലങ്ങൾക്ക് അപ്പുറമുണ്ടായ ഈ കഥ ഇന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാർത്തി ആപത്താണെന്നുള്ള വലിയ പാഠമാണ്, വലിയൊരു സന്ദേശമാണ്. തലമുറകൾക്ക് കേട്ടിട്ടും മതിയാകാത്ത കഥ. ഇങ്ങനെയുള്ള കഥകളൊക്കെ അമ്മുമ്മയുടെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ, അമ്മയുടെ മടിത്തട്ടിലിരുന്ന് കേട്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത്. അവിടെ വെച്ച് തന്നെ അവൻ്റെ മനസ്സിൽ ഇത്തരം ആശയങ്ങൾ, അമ്മയെ സ്നേഹിക്കണം, അച്ഛനെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെയുള്ളൊരു തോന്നൽ അവിടെ വെച്ചേ ഉണ്ടാകുകയാണ്. ബാല്യത്തിൽ തന്നെ മുളവിട്ട് വരികയാണ് അത്തരം ആശയങ്ങൾ. ഇപ്പോൾ അതുപോലുള്ള കഥകൾ കേൾക്കാൻ അവസരമില്ല. ഇപ്പോൾ വാട്സപ്പിലും അതേപോലെയുള്ള യൂട്യൂബിലും ഒക്കെ വരുന്ന പരിപാടികളുടെ പിന്നാലെയാണ് കുട്ടികൾ പോകുന്നത്. പക്ഷെ അതിൽ എന്ത് നന്മയാണുള്ളതെന്ന് ചിന്തിക്കണം. നന്മ അവൻ്റെ മനസ്സിൽ നന്മയുടെ വെളിച്ചം കൊളുത്തി വയ്ക്കുന്ന പരിപാടികളാണോ അവൻ കേൾക്കുന്നത്, കാണുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അത്തരം പരിപാടികൾ കുറവായിട്ട് ആണ് നമ്മുടെ അനുഭവത്തിൽ കാണുന്നത്. കുട്ടികളെ മോശമായ രീതിയിലേക്ക് നയിക്കുന്ന പല പരിപാടികളും, കൃത്രിമമായി ഉണ്ടാക്കുന്ന നല്ല ഉദാത്തമായ ഭാവന പോലും ഇല്ലാത്ത പല കാര്യങ്ങളുമാണ് അതിൽ കയറിക്കൂടുന്നത്. കുട്ടികൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഈയിടെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവർ മാതാപിതാക്കന്മാരുടെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അധ്യാപകർക്കൊക്കെ ഒരു വിലയും ഇല്ലാതായി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ, അധ്യാപകൻ മൊബൈൽ ഫോൺ ക്ലാസ്സിൽ കൊണ്ടുവരാൻ പാടില്ല, അതൊരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അത് വാങ്ങി ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അവൻ പിന്നാലെ വന്നിട്ട് അത് തന്നില്ലെങ്കിൽ പുറത്തേക്കിറങ്ങിയാൽ കത്തി കൊണ്ട് ഞാൻ കുത്തി കീറും എന്നാണ് സാറിനോട് പറയുന്നത്. അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ ഭാഷ, അവിടെ ബാല്യമില്ല, നിഷ്കളങ്കതയില്ല, കൗമാരമില്ല, ഒന്നുമില്ല. അവൻ വേറൊരു ഭീകര രൂപിയായിട്ട്, ഭീകര ജന്തുവായിട്ട് മാറുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അത് സമൂഹത്തിൽ ഇപ്പോൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഭവത്തിൻ്റെ പാഠം തന്നെയാണ്. കുട്ടികൾ സ്വയം ആഗ്രഹിച്ച് ഇങ്ങനെ ആയി മാറി തീർന്നതല്ല. നേരത്തെ ആണെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ അധ്യാപകർ, രക്ഷകർത്താക്കൾ, സാമൂഹ്യ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ ഒരു റോൾ മോഡലുകൾ, മാതൃകാ സ്വരൂപങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ മുമ്പിൽ അനുകരണീയമായ മാതൃകാ സ്വരൂപങ്ങളില്ല. പകരം ഹിംസാപരമായ വർത്തമാനങ്ങൾക്ക് മേൽക്കൈ നേടുന്ന കാര്യത്തിലേക്ക് സമൂഹം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ആയിത്തീർന്നതിൻ്റെ മുന്നിൽ കുട്ടികളുടെ തെറ്റില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. കുട്ടികൾ അങ്ങനെ ആക്കി തീർത്താന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു പുതിയ കുഞ്ഞുങ്ങളെ മൂല്യവത്തായ ജീവിതത്തിലേക്ക് വഴിതിരിച്ചിടുന്നതിന് വേണ്ടി അധ്യാപക സമൂഹത്തിലേക്ക് സാറിന് കൊടുക്കാനുള്ള വാക്കുകൾ എന്താണ്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ കുറച്ചെങ്കിലും കുഞ്ഞുങ്ങളെ നേരെയാക്കാൻ കഴിയുന്നത് അധ്യാപകർക്ക് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെ അവർ പതുക്കെ വഴുതി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും അധ്യാപകരുടെ മുന്നിൽ കുട്ടികളുണ്ട്. അപ്പോൾ അധ്യാപകന് വളരെ തന്ത്രപൂർവം, വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ ഒരു പരിധിവരെ ഇവരെ രക്ഷിച്ചെടുക്കാൻ കഴിയും. അത് വളരെ പ്രയാസകരമായ ജോലിയാണ്. പഴയതുപോലെയുള്ള സൂത്രത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സൊക്കെ മാറിപ്പോയല്ലോ, അവരുടെ ശ്രദ്ധയൊക്കെ വേറെ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ അവരെ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി ഇതൊക്കെ കേൾപ്പിക്കുന്ന ഒരവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് കുറച്ചൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇത്തരം കഥകൾ പറയുന്ന അധ്യാപകരില്ലല്ലോ. ഈ കഥകൾക്കൊന്നും ഒരു സ്ഥാനക്കുറവും വന്നിട്ടില്ല. അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പോൾ കഥ കേൾക്കുന്ന നമ്മൾ കഥ പറഞ്ഞു കൊടുക്കാതിരുന്നിട്ടാണ്. ഏതമ്മയാണ് ഇപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുന്നത്? ഏത് മുത്തശ്ശിമാരുടെ ഒരു തലമുറ മാറിക്കഴിഞ്ഞു. എങ്കിലും ഉള്ള മുത്തശ്ശിമാരിൽ എത്ര പേര് കഥ പറയാൻ താല്പര്യമുള്ളവരുണ്ട്? കഥ പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട്. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു മുത്തശ്ശനായ ഒരു അപ്പൂപ്പനായ ആളാണ്. കഥ പറഞ്ഞു കൊടുത്താൽ ഇപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. കഥ പറയാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് കുട്ടികളെ അടർത്തി എടുക്കാൻ കഴിയുന്നുണ്ട്. ഈ കഥകളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ജീവിത മൂല്യങ്ങളാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് തന്നെ ആ ധാരണയില്ലായ്മ ഉണ്ട്. ഈ കഥകൾ എന്ന് പറഞ്ഞാൽ വെറുതെ നേരം പോക്കിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇന്നും പലർക്കും ഉള്ളത്. അധ്യാപകർക്ക് പോലും അതുണ്ടോയെന്ന് സംശയിക്കുന്നു. പക്ഷെ അതല്ല, അവനെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഈ കഥകളിലൂടെയാണ്. പാട്ടുകളും അതേപോലെയുള്ള പാട്ടുകളും ഒക്കെ തന്നെ അതിനെ സഹായിച്ചിരുന്നതാണ്. അത്തരത്തിലുള്ള പാട്ടുകൾ ഏത് കുഞ്ഞിൻ്റെ ചുണ്ടിലാണിന്ന് ഉള്ളത്? നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന രീതിയിലുള്ള നല്ല മധുരമായ കാവ്യശകലങ്ങൾ. ഒരു 2 വരി കവിത പോലും ഇല്ലാത്ത കുട്ടികളാണ്. ഞാൻ ഇടയ്ക്ക് ചില കുട്ടികളുമായിട്ടുള്ള ചില സംവാദത്തിനിടയിലൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും, ഈ കൂട്ടത്തിൽ 2 വരി കവിത ചൊല്ലാവുന്ന കുട്ടികളാരാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരു കുട്ടിയും കൈ ഉയർത്തുന്നില്ല. ഞാൻ കുഞ്ഞിന് മാസ്റ്റർ 2 വരി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുമാരനാശാൻ്റെ 2 വരി അറിയാം, അല്ലെങ്കിൽ ഉള്ളൂരിൻ്റെ കാക്കേ കൂടവിടെ എനിക്കറിയാം എന്ന് പറയുന്ന കുട്ടികളെ ഇപ്പോൾ കാണാനില്ല. മറ്റത് ചാടി പറഞ്ഞിരുന്നതാണ് അവർ. എന്ന് പറഞ്ഞാൽ കവിതയുടെ അവസാനത്തെ തുള്ളി, സുഗതകുമാരി ടീച്ചർ ജീവിച്ചിരുന്ന കാലത്ത് എപ്പോഴും പല ക്യാമ്പിലൊക്കെ വരുമ്പോൾ പറയാനാണ്, കവിതയുടെ അവസാനത്തെ തുള്ളിയും ചുണ്ടിൽ നിന്ന് വറ്റിപ്പോയ ഒരു തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് പറയാറുണ്ട്. അത് സത്യമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കഥകളിലൂടെ
നല്ല ജീവിത സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതൊക്കെ ഒരു പരിധിവരെ നമ്മൾ കേൾപ്പിച്ചേക്കാനുള്ള അവസരമുണ്ടാക്കിയാൽ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇരിക്കുകയും നമ്മുടെ കഥകൾ കേൾക്കുകയും കുറച്ചൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനുള്ളത് വളരെ സാവകാശം നടക്കുന്ന ഒരു പ്രോസസ്സിങ്ങാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്താൽ നമ്മുടെ കൃതികളിലേക്കൊക്കെ ഇവരെ കൊണ്ടുവരാം. ഒരു പ്രായപരിധി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നല്ല എഴുത്തുകാർ, ഇപ്പോൾ പി നരേന്ദ്രനാഥിൻ്റെ കഥകളുണ്ട്, മാലിയുടെ കഥകളുണ്ട്. അത് കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു പ്രൈമറി പ്രായത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന കഥകളാണ്. അപ്പോൾ ഈസോപ്പിൻ്റെ കഥകളും പഞ്ചതന്ത്ര അങ്ങനെ പാരാവാരം, കഥകളുടെ പാരാവാരമാണ് ലോകത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഉദ്ദേശം ഇത് തന്നെയാണ്. വളർന്നു വരുന്ന തലമുറയെല്ലാം നന്നായിട്ട് വളരണമെങ്കിൽ ഇത് വേണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ കഥകളെല്ലാം കാലഘട്ടങ്ങൾ ഓരോ കാലവും ഉണ്ടാക്കിയതാണ്. ആ കാലത്തിനനുസരിച്ച് ചില ആളുകൾ വന്നു, ഈസോപ്പിനെ പോലെയും വിഷ്ണു ശർമ്മയെ പോലെയൊക്കെ ഉള്ള ചില ആളുകൾ വന്നേ ഉള്ളൂ. പക്ഷെ ആ കഥകളെല്ലാം കാലത്ത് അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ നീന്തി 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 നമ്മുടെ അടുത്തെത്തിയതാണ്. എത്രയോ വർഷങ്ങളായി. 1001 രാവുകളായാലും പഞ്ചതന്ത്രമായാലും ഞാൻ പറഞ്ഞ ജാതക കഥകളായാലും ഈസോപ്പ് കഥകളായാലും എല്ലാം അങ്ങനെ കഥകളുടെ ഒരു മഹാസമുദ്രം തന്നെ നമ്മുടെ മുന്നിൽ. ഈ സമുദ്രത്തിലെ ഒരു കഥ പോലും അറിയാത്ത അധ്യാപകൻ ഇപ്പോൾ ഉണ്ട്. അധ്യാപകൻ, പഞ്ചതന്ത്രം വായിച്ചിട്ടില്ലാത്ത അധ്യാപകൻ എങ്ങനെ ക്ലാസ് മുറിയിൽ വിജയിക്കും? ലോകത്തെ തന്നെ പഠിപ്പിച്ചത് പഞ്ചതന്ത്രമാണ്. മലയാളിയെയോ ഭാരതീയനെയോ മാത്രമല്ല, ലോകത്തെ തന്നെ ഉണർത്തിയ ഒരു കൃതിയാണ് പഞ്ചതന്ത്രം. ഈ പഞ്ചതന്ത്രം വായിച്ച അധ്യാപകർ ഇപ്പോൾ എത്രയുണ്ടാവും? വല്ല കഥകളൊക്കെ അവർ കേട്ടിട്ടുണ്ടാവുമെന്നല്ലാതെ പഞ്ചതന്ത്രം പോലും വായിക്കാനുള്ള മനസ്സുള്ള അധ്യാപകരില്ലാതാവുന്നു. ഈസോപ്പ് കഥകൾ തേടിപ്പിടിച്ച് വായിക്കാൻ, അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള അധ്യാപകരില്ലാതാവുന്നു. അപ്പോൾ അതാണ് നമ്മൾ റോൾ മോഡലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യമാണിത്. ഈ തരത്തിലുള്ള കഥ പറയുന്ന അമ്മമാർ, കഥ പറയുന്ന മുത്തശ്ശിമാർ, കഥ പറയുന്ന അധ്യാപകർ, ഇവരൊക്കെ നമുക്ക് ജീവിതത്തിൻ്റെ വലിയൊരു പാത വെട്ടി തുറന്നു തന്നവരാണ്. ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ സാഹിത്യത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയത് അവർ തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ആരാണെന്നും, തകഴി ശിവശങ്കരപ്പിള്ള ആരാണെന്നും, കേശവദേവ് ആരാണെന്നും, MT വാസുദേവ നായർ ആരാണെന്നുള്ള അന്വേഷണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് അന്നത്തെ അധ്യാപകർ തന്നെയാണ്. ഈ ഒരു അനുഭവം വിദ്യാലയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചൊക്കെ അധ്യാപകർ ആ രീതിയിലേക്ക് മാറിയാൽ നമുക്ക് ഇപ്പോൾ പ്രൈമറി അധ്യാപകരെന്ന് പറഞ്ഞാൽ ആ പ്രൈമറിക്ക് പറ്റുന്ന രീതിയിലുള്ള കഥകൾ തിരഞ്ഞെടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ ശ്രദ്ധിക്കും. കഥകളൊന്നും ഉപേക്ഷിച്ച് പോയിട്ടില്ല, ഒരു കുട്ടിയും പോയിട്ടില്ല. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തും കുട്ടികളുടെ ഇടയിൽ പോകുന്ന ഒരാളാണ്. 10, 40, 50 കൊല്ലമായിട്ട് ഞാൻ കുട്ടികളുടെ മുന്നിൽ അധ്യാപകൻ എന്ന നിലയിലും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആളെന്ന നിലയിലും കുട്ടികളുടെ എഴുത്തുകാരൻ എന്ന നിലയിലും നിരന്തരമായിട്ട് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗങ്ങളിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടുള്ള. അവിടെ ചെല്ലുമ്പോഴെല്ലാം അവരിന്നും കഥയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. അതിനൊരു മാറ്റവും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മളാണ് അവർക്ക് ഇപ്പോൾ കഥ പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സോ അത്തരം കഥകളെ പറ്റിയുള്ള അറിവോ ഒന്നും ഇല്ലാതായത് നമ്മൾ കാണും. അപ്പോൾ അതുകൊണ്ട് അധ്യാപകർ തന്നെ ശരിക്കും ഒരു മാറ്റത്തിലേക്ക് വന്നാൽ കുറച്ചൊക്കെ നമുക്ക് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അധ്യാപനം എന്നുള്ള നിലയിൽ സാറിന് ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല അധ്യാപനമുള്ള അവാർഡ് രാഷ്ട്രപതി സാറിന് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ 50 വർഷം സാറ് പൂർത്തിയായാണ്. 66 മുതൽ 2025 വരെ 50 വർഷം സാറ് പൂർത്തിയായാണ്. ഈ 50 വർഷത്തിൽ വിവിധങ്ങളായ സ്വഭാവ വിശേഷങ്ങളോട് കൂടിയ തലമുറകളെ തന്നെ സാറ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ പലതരത്തിലുള്ള സമൂഹത്തിൻ്റെ വികാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളുണ്ടാകുന്ന ചേഞ്ചസിനെ സാറ് നോക്കിക്കണ്ടിട്ടുണ്ടാവും. സാറിന് എങ്ങനെയാണ് അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്? ഇത് ഇപ്പോൾ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തിൽ നിന്ന് തുടങ്ങും. ഞാനൊരു പ്രൈമറി വിദ്യാർത്ഥിയായിരുന്നത് 75 വർഷം മുമ്പാണ്. അന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോയത് പഠിച്ച് എഞ്ചിനീയർ ആകാനായിട്ടല്ല, ഡോക്ടർ ആകാനായിട്ടല്ല, ആകാനായിട്ടല്ല, ഞാൻ ആരും ആകാനായിട്ടല്ല. അങ്ങനൊരു ചിന്തയെ മനസ്സിലുണ്ടായിരുന്നില്ല. അന്ന്
സ്കൂളിൽ ചെന്നാൽ ദാരിദ്ര്യത്തിൻ്റെ കാലമാണ്. മൊത്തത്തിലിങ്ങനെ പട്ടിണി മാത്രം നിറഞ്ഞു നിൽക്കുന്നൊരു കാലം. കൂരകൾ മാത്രം ഇവിടെ ഉള്ളതോ വീടുകൾ എന്ന് പറയാൻ കൂരകൾ എന്ന് പറയുള്ളൂ. വീട് ആയിട്ടില്ല, വീടിൻ്റെ രൂപം തന്നെ ഇല്ല. വെറുതെ ഓലമേഞ്ഞ കുറേ കുടിലുകളാണ് ഈ നാട്ടിലൊക്കെ ഉള്ളത്. അതിലെല്ലാം ഈ പട്ടിണിക്കാരായ ആളുകളാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കാൻ ചേർന്നാൽ ഉച്ചക്ക് ഒരു കയ്യിൽ പായസം കിട്ടും. രാവിലെ വീട്ടിലൊന്നും കഴിച്ചിട്ട് പോകാനുണ്ടാവില്ല. സ്കൂളിലേക്ക് ചെന്നാൽ സ്കൂളിൽ ഒരു സ്ലേറ്റും പുസ്തകമൊക്കെ ആയിട്ട് ചെന്നാൽ അവിടുന്ന് ഉച്ചക്ക് ബെല്ലടിക്കുമ്പോൾ ഒരു കയ്യിൽ പായസം കിട്ടും. ഈ പായസത്തിൻ്റെ കൊതി, ആ വിശപ്പ് മാറ്റാൻ ഒരു കയ്യിൽ പായസമെങ്കിലും അവിടെ നിന്ന് കിട്ടുമെന്നുള്ള ആ വിശപ്പിൻ്റെ വിളി ഓർത്താണ് അന്ന് പല കുട്ടികളും നല്ല ഭൂരിഭാഗം കുട്ടികളും അങ്ങനെ തന്നെയാണ് ആ പായസം കുതിച്ച് തന്നെയാണ് സ്കൂളിൽ പോയിരുന്നത്. ഇങ്ങനെയാണ് അന്ന് കൊച്ചി മഹാരാജാവിൻ്റെ കാലത്ത് ഒരു കയ്യിൽ പായസം, ഓരോ കയ്യിലാണ് പായസം കിട്ടുക. ചെറുപയർ പായസം, ചെറുപയറും തേങ്ങയും ശർക്കരയും എല്ലാം ഇട്ടുണ്ടാക്കുന്ന ഒരു കയ്യിൽ പായസം കിട്ടും. അപ്പോൾ അതിന് ആ വിശപ്പാറ്റാൻ വേണ്ടി സ്കൂളിൽ പോയിരുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ വലിയ ആളുകളാകാൻ വേണ്ടി ആ കാഴ്ചപ്പാടിൽ ഒരു കുട്ടിയും പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അടക്കം ഉള്ള ആളുകൾ പോയിരുന്നത് ആ വിശപ്പിനെ മാറ്റാനുള്ള ഒരു ഉപാധി എന്ന നിലക്ക്. ഇത് കഴിഞ്ഞ് 10-25 കൊല്ലം കഴിഞ്ഞാണ് പിന്നീട് ഞാൻ അധ്യാപകനായി വരുന്നത്. അധ്യാപകനായി വരുമ്പോഴേക്കും കുറേ മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ അമേരിക്കയിൽക്കാർ ദാനം ചെയ്യുന്ന കെയറിൻ്റെ പാൽപ്പൊടിയും അതേപോലെ തന്നെ ചോളപ്പൊടി, അതെ ചോളപ്പൊടി, ഞാൻ അധ്യാപകനായി വന്ന കാലത്തും ഈ പട്ടിണിയൊന്നും തീരെ മാറിയിട്ടില്ല. എങ്കിലും അതിനൊക്കെ വലിയൊരു മാറ്റം, പൊതുവിൽ ഒരു മാറ്റം ഉണ്ടായി. അന്ന് കുട്ടികൾക്ക് സ്വന്തമായിട്ട് പാഠപുസ്തകങ്ങളൊക്കെ കയ്യിൽ എത്തി. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് പാഠപുസ്തകങ്ങൾ തന്നെ കയ്യിലുള്ള ഒരു പൊട്ട ഒരു സ്ലേറ്റിൻ്റെ പൊട്ടിയ കഷ്ണം മാത്രമേ പലരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇതാവുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നു. അവർക്ക് മിക്കവാറും ഉടുപ്പിട്ട കുട്ടികൾ തന്നെയാണ് വന്നിരുന്നത്. അന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ മുണ്ട് മാത്രം ഉടുത്ത കുട്ടികൾ, അല്ലെങ്കിൽ ട്രൗസർ മാത്രം ഇട്ട കുട്ടികൾ, കുപ്പായം ഇല്ലാത്ത കുട്ടികളൊക്കെയാണ് ധാരാളം വന്നിരുന്നത്. പക്ഷേ അതൊക്കെ മാറി കുപ്പായം ഇടുന്ന കുട്ടികളൊക്കെ വന്നു തുടങ്ങി. മിക്കവാറും കുട്ടികൾക്ക് യൂണിഫോം ഒന്നും വന്നിട്ടില്ല, എങ്കിലും മിക്കവാറും കുപ്പായം ഇട്ട കുട്ടികളാണ് വന്നിരുന്നത്. പിന്നെ ഈ ഉപ്പുമാവ് ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാവരും കഴിക്കാത്ത കുട്ടികൾ വളരെ വിരളമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഇതിങ്ങനെ പതുക്കെ അപ്പോൾ ആ കുട്ടികൾ താല്പര്യത്തോടു കൂടി തന്നെ, വിശപ്പോടു കൂടി തന്നെയാണ് അതൊക്കെ കഴിച്ചിരുന്നത്. വിളമ്പി കൊടുക്കുമ്പോൾ താല്പര്യത്തോടു കൂടി തന്നെയാണ് അന്നത്തെ കുട്ടികൾ കഴിച്ചിരുന്നത്. ഇത് മാറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഉപ്പുമാവ് മാറി കഞ്ഞിയായി. ആ കഞ്ഞിയൊക്കെ കുറേ കുട്ടികളൊക്കെ കുടിച്ചിരുന്നു. പക്ഷേ ഇതിന് കാലം പോകും തോറും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വന്നു. കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എണ്ണം ഇങ്ങോട്ട് പോരും തോറും വളരെ കുറഞ്ഞു. ഭക്ഷണം സ്വീകരിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു. പഠിക്കാനുള്ള കുട്ടികളുടെ എണ്ണമല്ല, ഭക്ഷണം സ്വീകരിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അതിനൊരു കാരണമായിട്ട് തോന്നുന്നത് നാട്ടിലപ്പോൾ പതുക്കെ ഒരു പുരോഗതിയുടെ വെളിച്ചം വന്നു. അതിന് ഒരു പ്രധാന കാരണം നമ്മുടെ ഈ നാട്, ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന ഈ പള്ളിപ്പുറം ഗ്രാമത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് മത്സ്യബന്ധന ബോട്ടുകളുടെ, യന്ത്രവൽക്കൃത ബോട്ടുകളുടെ വരവായിരുന്നു. അതിനു മുമ്പ് കടലിലൊക്കെ കടൽ വഞ്ചിയിലൊക്കെ പോയി മീൻ പിടിച്ചിരുന്ന ആളുകൾക്ക് തുച്ഛമായ എന്തെങ്കിലും കിട്ടും. അത് കൂടുതൽ വിഭവങ്ങളുമായിട്ട് വന്നാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം അതൊക്കെ വിറ്റ് അകലെ കൊണ്ടുപോയി വിൽക്കാനുള്ള സാധ്യതകളൊന്നും ഉണ്ടായില്ല. അതൊക്കെ പലപ്പോഴും കുഴിച്ചു മൂടിയൊക്കെയാണ് തീർത്തിരുന്നത്. അങ്ങനെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു നേട്ടം അന്നുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ യന്ത്രവൽക്കൃത മത്സ്യബന്ധന ബോട്ടുകളുടെ വരവോടുകൂടി ഇവിടെ ലോറികൾ വരാൻ തുടങ്ങി, മറ്റു വാഹനങ്ങൾ വരാൻ തുടങ്ങി. അതൊക്കെ പുറത്തേക്ക് പതുക്കെ പോകാൻ തുടങ്ങി. പീലിംഗ് കമ്പനികൾ ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ നാട്ടിൽ ഒരു വരുമാന സ്രോതസ്സ് വന്നുകൂടിയതോടുകൂടി ആ മാറ്റം കുട്ടികളിലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോൾ അവർക്ക് വീട്ടിൽ ചോറ്, ചിമ്മീൻ കറി ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ മാറ്റത്തിൻ്റെ കാലമാണ്. അപ്പോൾ പട്ടിണി കുറേശ്ശെ ഇങ്ങനെ കുട്ടികളിൽ നിന്നൊക്കെ വിട്ട് പോകാൻ തുടങ്ങിയ ഒരു കാലമാണ്.
പിന്നീട് ആ യന്ത്രവൽകൃത മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സാമാന്യം നല്ല പുരോഗതി ഉണ്ടായപ്പോൾ മിക്കവാറും കുട്ടികളൊക്കെ ഞാൻ ചെന്ന കാലത്ത് ഒരു 600 കുട്ടികൾ ഇങ്ങനെ ഇറയത്തിരുന്ന് ഉപ്പുമാവൊക്കെ തിന്നാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോരുന്ന കാലത്ത് വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പോൾ കൂടുതലും അന്ന് അധ്യാപകരൊക്കെ ചെയ്തിരുന്നത് തീരെ കുറഞ്ഞു പോയാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കുട്ടികളുടെ പേരിങ്ങനെ ഇത് കഴിക്കാത്ത കുട്ടികളുടെ പേരൊക്കെ എഴുതി വെച്ച്, കാരണം ഇത് പാചകം ചെയ്യാനുള്ള പൈസയൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയിരുന്നത്. ആ പാചകം ചെയ്യാനുള്ള പണമെങ്കിലും കിട്ടണമല്ലോ എന്ന ഉദ്ദേശത്തിൽ കഴിക്കാത്ത കുട്ടികളുടെ പേര് പോലും എഴുതി വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി. അപ്പോൾ അതാ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നാട്ടിൽ പട്ടിണി പതുക്കെ മാറി വരുന്നതിൻ്റെ, നാടിനുണ്ടായ ഒരു പുതിയ വെളിച്ചത്തിൻ്റെ ഒരു സൂചന ആണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നത്. ആ മാറ്റം പഠനരംഗത്തൊക്കെ വന്ന് തുടങ്ങി. പഠനരംഗത്ത് അവർ നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട് വരാൻ തുടങ്ങി. മിക്കവാറും നല്ല നിലവാരത്തിലുള്ള സ്ലേറ്റും പുസ്തകങ്ങളും കൊടയും ഒക്കെ വന്നു തുടങ്ങി. നേരത്തെ കൊടയേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കാലത്ത് തൊപ്പിക്കൊട വെച്ച് വരുന്ന ചില കുട്ടികളുണ്ടായിരുന്നു. കിഴക്കൻ ഭാഗത്തു നിന്നൊക്കെ തൊപ്പിക്കൊട ചൂടി വരുന്ന കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ഒരു കുടയും ഉണ്ടായിരുന്നില്ല. ചേമ്പില പറിച്ച് തലയിൽ വെച്ചിട്ടാണ് സ്കൂളിലേക്ക് ഓടിപ്പോയിരുന്നത്. കാരണം കുട എന്ന് പറഞ്ഞത് വളരെ അകലെയുള്ള ഒരു സങ്കല്പം മാത്രമായിരുന്നു. സ്വന്തമായിട്ടൊരു കുട അന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലം. അതൊക്കെ പിന്നീട് മാറി. ഇപ്പോൾ ഞാൻ ഇവിടെ അധ്യാപകനായിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും കുടയൊക്കെ കിട്ടിത്തുടങ്ങി, എല്ലാവർക്കും ബാഗുണ്ടായി, എല്ലാവർക്കും ചോറ് പാത്രം ഉണ്ടായി. അതൊരു വലിയ മാറ്റത്തിൻ്റെ സൂചന തന്നെയായിരുന്നു. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഉള്ള മാറ്റം ഈ കുട്ടികളിലും കണ്ടു തുടങ്ങി. അവരുടെ സ്വഭാവത്തിനും ആ മാറ്റം വന്നു തുടങ്ങി. സ്വഭാവത്തിൽ മോശമായ പ്രവണതകളിലേക്കൊന്നും അവരന്ന് പോയിരുന്നില്ല. മിക്കവാറും ഞാൻ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ അധ്യാപകരെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളെയും ഒക്കെ നന്നായിട്ട് മാനിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഗുണം ഏത് നിലക്കും അവർക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ കുട്ടികൾക്കെല്ലാം ഇപ്പോൾ അവരൊക്കെ വളർന്ന് ഓരോ രംഗത്ത് വെച്ച് കാണുമ്പോഴും അവർക്ക് അതിൻ്റേതായ മാന്യത ഉണ്ട്. അവർ ഓരോ നിലകളിലെത്തിയിട്ടുണ്ട്. എല്ലാവരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒന്നും ആയിരുന്നെങ്കിലും നല്ല വ്യവസായികൾ, നല്ല പത്രപ്രവർത്തകർ, നല്ല എഞ്ചിനീയർമാർ, നല്ല വർക്ക്ഷോപ്പ് പണിക്കാർ ഒക്കെ ആയി മാറാനുള്ള കഴിവുണ്ടായി. കൂടുതൽ പേര് ഇപ്പോൾ ഇവിടെ മത്സ്യബന്ധന മേഖല ആയതുകൊണ്ട് അതുമായിട്ട് ആ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പോയത്. അങ്ങനെ വലിയൊരു വിഭാഗം സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു വരാൻ ഇടയായി. അപ്പോൾ ആ മാറ്റം സ്കൂളുകളെയും ബാധിച്ചു. അപ്പോൾ ഞാൻ പോരുന്നത് വരെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ പേരിന് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാൽ അത്തരമൊരു ചിന്തയിലേക്ക് പോകുന്നവർ ഉണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ വളരെ ഒരു അത്തരം ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ച സായിപ്പ് ആകണം എന്നൊരു ചിന്ത ഉള്ളവരൊന്നും അങ്ങനൊരു ചിന്തയിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം, അവിടെ പഠിക്കുന്നത് ഒരു അന്തസ്സിൻ്റെ ഭാഗമായിട്ട് വന്നത് ഈ അടുത്ത കാലത്താണ്. അതൊരു 30 വർഷം 10-30 വർഷമായിട്ടുള്ളൂ. അപ്പോഴേക്കും നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സംസ്കാരം വന്നു. നമ്മുടെ സർക്കാരുകളാണെങ്കിൽ മത്സരിച്ചാണ് അത്തരം സ്കൂളുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത്. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ പണം കൈമാറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതെങ്ങനെ ആയാലും ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സംസ്കാരം തഴച്ചു വളർന്നു. ആ തഴച്ചു വളർച്ചയാണോ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ കേരളം മോശമാണ്, ഭാരതം മോശമാണ്, വിദേശത്തേക്ക് പോയാലേ നമ്മൾ രക്ഷപ്പെടൂ എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഉണ്ടായതാണോ എന്നെനിക്ക് ഒരു സംശയം മനസ്സിലില്ലാതില്ല. കാരണം ഇംഗ്ലീഷ് മീഡിയം ഇതൊക്കെ വന്നതോടുകൂടി ഇനിയിപ്പോൾ ഇവിടെ പഠിക്കേണ്ട, നമുക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കാനുള്ള സാധ്യതകളായി. അതിന് ഇംഗ്ലീഷ് മീഡിയം സംസ്കാരം, ഇംഗ്ലീഷ് ഭാഷയും അത് മറ്റു ഭാഷകളുമൊക്കെ പഠിച്ചാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് നമുക്ക് കൈവിടാം. കൂടുതൽ പേരും കൈവിടി. ഒരിടക്ക് തീരെ നമ്മുടെ നാടൻ വിദ്യാലയങ്ങളൊക്കെ താഴോട്ട് പോയെന്ന് പറഞ്ഞാൽ ഇത് ഈ എയ്ഡഡ് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും ഒക്കെ ഇല്ലാതാകുന്ന ഒരു ഘട്ടം ഇവിടെ ഉണ്ടായി. പിന്നീട് വന്ന ചില സർക്കാരുകളാണ് അത് നാടിൻ്റെ വളരെ വിലപ്പെട്ട ശേഷിപ്പുകളാണ്.
ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകേണ്ട ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തഴച്ചു വളർന്നിട്ടുണ്ട്, അവിടേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാലത്തിൻ്റെ ഒരു മാറ്റം, അധ്യാപന ഈ മാറ്റം തന്നെ കുട്ടികളിലും വന്നിട്ടുണ്ട്. കുട്ടികളിലും ഈ നമ്മൾ പറഞ്ഞ കാഴ്ചപ്പാട് എല്ലാ നിലക്കും ഉണ്ടായി. ഈ ഇത്തരം സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിലും നാട്ടിൻപുറത്തെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ മോശക്കാരാണ്, അവർ ഞങ്ങളെപ്പോലെ ഒന്നും ഉയർന്നു വരില്ല, ഞങ്ങളെപ്പോലെ അത്രയും വലിയ രസകരമായ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല, ഞങ്ങളെപ്പോലെ രാവിലെ നൂഡിൽസ് തിന്നുന്ന കുട്ടികളായി മാറാൻ കഴിയില്ല എന്നൊക്കെ ഒരു തോന്നൽ. അപ്പം അങ്ങനൊരു പുച്ഛ മനോഭാവം തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളോട് പുതിയ തലമുറയ്ക്കുണ്ടായി. അപ്പം 2 തട്ടുകളിലായിട്ട് കുട്ടികളിങ്ങനെ 2ഓ 3ഓ തട്ടുകളിലായിട്ട് മാറുന്നൊരു കാഴ്ചയാണ്. മറ്റത് ഒറ്റ പൊതുസമൂഹത്തിലെ കുട്ടികളായിട്ടാണ് അവർ വളർന്നത്. ഏത് കുട്ടിക്കും തിരിച്ചറിയാവുന്ന രീതിയിൽ ആണ് അവർ വളർന്നത്. അത് വലിയൊരു സാമൂഹ്യ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. അതിപ്പോൾ വേർതിരിവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല തട്ടുകളിൽ നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ, അവർക്ക് പൊതുസമൂഹത്തിൽ തന്നെ ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. എന്തൊരു വ്യത്യാസം ഈ മൊത്തം വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുണ്ട്. സാറിൻ്റെ കുടുംബ പശ്ചാത്തലം ഒന്ന് വിശദമാകാമോ? പിതാവ്, മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെയൊക്കെ ജീവിത പശ്ചാത്തലം ഒക്കെ ഒന്ന് പറയാമോ? എൻ്റെ മാതാപിതാക്കളൊക്കെ ഇവിടെ തന്നെ, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞിരുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജനിച്ച് വളർന്നത്. അപ്പോൾ അവരെല്ലാം കൃത്യമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു മാതാപിതാക്കൾക്ക്. കാരണം നാട്ടിലാണെങ്കിൽ തൊഴിലുകളില്ലെന്ന്, കൃത്യമായൊരു തൊഴിൽ, നിത്യേന ഒരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള തൊഴിലുകളൊന്നുമില്ല. ആകെ ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു തൊഴിൽ, അന്ന് ഞങ്ങളൊക്കെ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു തൊഴിൽ കയറ് പിരിക്കലാണ്. കയർ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൂടുതൽ കയർ തൊഴിലാളികളായിരുന്നു ഈ മേഖലയിൽ അന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലുകളൊക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. തൊണ്ട് തല്ലുന്നവരുണ്ട്, ഈ ചകിരി ചിക്കുന്നവരുണ്ട്, അത് ഉണക്കുന്നവരുണ്ട്, അത് തെറുത്ത് തടകെട്ടുന്നവരുണ്ട്, പിന്നെ കയർ പിരിക്കുന്ന ആളുകളുണ്ട്. കയർ പിരിച്ചാൽ കയറിങ്ങനെ കെട്ട് ആക്കി ഭംഗിയായിട്ട് കെട്ടി അത് വിദേശത്തേക്കൊക്കെ കയറ്റി അയക്കലായിരുന്നു. അങ്ങനെ കിട്ടുന്ന ജോലി കയറ് കെട്ടുകാരെന്നാണ് അവർ പറയുക. അങ്ങനെ പല ജോലികളാണ്. എൻ്റെ പിതാവ് അന്ന് ഒരു കയർ തൊഴിലാളിയായിരുന്നു. കയർ തൊഴിലാളി എന്ന് പറഞ്ഞാൽ വലിയ യാതനയുള്ളൊരു ജോലി തന്നെയായിരുന്നു. വെളുപ്പിന് 4 മണിക്കാണ് ഈ ജോലിക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു പാട്ടവിളക്കൊക്കെ കത്തിച്ച് കയ്യിൽ പിടിച്ചിട്ടാണ് അവർ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം മിക്കവാറും ആ 4 മണിക്ക് തുടങ്ങുന്ന ജോലി ഉച്ചക്കൊന്ന് കഞ്ഞി കുടിക്കാനായിട്ട്, കഞ്ഞി ഉണ്ടെങ്കിൽ കുടിക്കാൻ, അത്രയേ പറയാൻ പറ്റുള്ളൂ, കയറും. അത് കഴിഞ്ഞാൽ വീണ്ടും ജോലിയാണ്. അപ്പോൾ വെളുപ്പിന് 4 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ജോലി ചെയ്താൽ അന്ന് 2 രൂപയാണ് കൂലി. 2 രൂപ. ഈ ജോലി എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിലൊരു 3 ദിവസമൊക്കെ കഷ്ടിയുണ്ടാവും. അപ്പോൾ നിസ്സാരമായൊരു വരുമാനമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മിക്കവാറും ആ നാട്ടിലുള്ള കുടുംബങ്ങളെല്ലാം പട്ടിണിയിൽ തന്നെ ആയിരിക്കും. കൂടുതൽ ദിവസങ്ങളും പട്ടിണിയാണ്. തീ പുകയാത്ത വീടുകൾ, അന്നങ്ങനെയാണ് പറഞ്ഞിരുന്നത്. തീ പുകയുന്ന വീടുകൾ തന്നെ വളരെ കുറവാണ്. നിത്യേന തീ പുകയുന്ന വീടുകൾ തന്നെ വളരെ കുറവാണ്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടം. ഇങ്ങനെ അടുപ്പിൽ കത്തിക്കാൻ തീപ്പെട്ടിക്കുള്ളി ഇല്ലാത്ത കാലം ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ? അടുപ്പിലൊന്ന് തീ കത്തിക്കാനായിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി വേണം. തീപ്പെട്ടിക്കൊള്ളി പോലും ഇല്ലാത്ത വീടുകളായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? അയൽപക്കത്ത് നിന്ന് തീ കടം മേടിക്കും. നമുക്ക് ഇതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഈ കാലത്ത്? പൊതിമടലിൻ്റെ കഷ്ണം കൊണ്ടുപോയിട്ട് അടുത്ത വീട്ടിൽ നിന്ന് തീക്കനൽ അതിൽ കോരിയിട്ട് പതുക്കെ കൊണ്ടുവരും. കെടാതെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ച് അത് ഊതി കത്തിച്ചിട്ടാണ് അവിടെ തീ ഉണ്ടാക്കുന്നത്. അങ്ങനെ തീപ്പെട്ടിക്കൊള്ളിക്ക് പോലും വിഷമിച്ചിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ നിസ്സാരമായ കയറ് പിരിക്കുന്ന ജോലിക്കാരൊക്കെ മക്കളെ പോറ്റാനായിട്ട് വലിയ യാതന, വലിയ പീഡ തന്നെയാണ് അവർ അനുഭവിച്ചത്.
അപ്പോൾ കിട്ടുന്ന കാശിന് വല്ല നേരിയ മറ്റുള്ള കഞ്ഞി, ചിലപ്പോൾ കപ്പയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തന്നെ അന്നത്തെ തീറ്റ. അത് തന്നെ പൂർണ്ണമായിട്ട് വിശപ്പ് തീരെ കഴിക്കാൻ ആർക്കും ഇല്ല. അതുപോലെ അന്നത്തെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ, അതും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. നമ്മൾ നല്ല ഒന്നാന്തരം കപ്പിലും സോസറിലും കൊണ്ടുവന്നത് തന്നെ തൃപ്തികരമാകാത്ത ഒരു കാലമാണ്. അന്ന് വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഇത്തിരി കട്ടൻ തിളപ്പിച്ചിട്ട്, കട്ടൻ ചായ തിളപ്പിക്കും, ചായ മാത്രം, മധുരം ഇട്ടിട്ടില്ല, മധുരം ഇടാനില്ല. ശർക്കരയോ പഞ്ചസാര എന്ന് ചിന്തിക്കുന്നതില്ല. പഞ്ചസാര നമ്മുടെ നാട്ടിൽ വന്നിട്ടുമില്ല അധികം. ഉള്ളത് ശർക്കരയാണ്. അത് കഷ്ണം കഷ്ണമായിട്ടുള്ള ശർക്കരകളൊക്കെ ഇങ്ങനെ വരും. അതും വാങ്ങാൻ കഴിവില്ലാത്ത അതുകൊണ്ട് ഇത് തിളപ്പിച്ചിട്ട് ഇവിടെ വെക്കും. എല്ലാവരും വട്ടം വളഞ്ഞിരിക്കും. വട്ടം വളഞ്ഞിരുന്നിട്ട് ഒരു കോപ്പയിൽ ആ ചായ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഒരാൾ ഇത്തിരി കുടിക്കുമ്പോൾ അടുത്തിരിക്കുന്ന അമ്മമ്മ ഒരു കഷ്ണം അച്ചുവെല്ലം ശർക്കര കയ്യിൽ തരും. അത് നമുക്കുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആ ശർക്കര ഇതിൻ്റെ ഇത് പോകാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ച തേയില കുത്തൊന്ന് മാറാൻ വേണ്ടി ശർക്കര ഒന്ന് കടിച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുക്കണം. ഇങ്ങനെ ഈ കോപ്പയിലുള്ള ചായ എല്ലാവരും പങ്കിട്ട് കുടിച്ചിരുന്ന ഒരു തമാശയല്ല, കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു ചിത്രവും. ആ ഒരു ചിലപ്പോൾ 1-2 ശർക്കര കഷ്ണം കൊണ്ട് എല്ലാവരും തൃപ്തിയായി. ചായ കൂടി കഴിഞ്ഞു, ഒരു റൗണ്ട് ഇങ്ങനെ വീഴും. അപ്പോൾ അങ്ങനത്തെ ഏറെ ക്ലേശകരമായ കാലം. ആ കാലത്ത് അത് 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ കാലമാണല്ലോ. കഴിഞ്ഞിട്ട് എവിടെയും സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര വിലയും കാശ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ കൊണ്ട് ക്ലേശിച്ചാണ്. അങ്ങനെ തട്ടിയും മുട്ടിയും നമ്മളിങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും സ്ലേറ്റില്ല, പുസ്തകമില്ല, കുടയില്ലല്ലോ, അതൊന്നുമില്ല. അവിടെ കഞ്ഞി കുടിക്കാനും പായസം കുടിക്കാനുള്ളൊരു പാത്രം വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളാണ് അന്നുണ്ടായിരുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ നമ്മളങ്ങനെ കുറേ കുട്ടികൾ സ്കൂളിലൊക്കെ പോയി പഠിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ചിന്തകളിലേക്കൊന്നും പോയില്ല. അപ്പം അന്ന് സിനിമയൊക്കെ വന്നു തുടങ്ങണുള്ളൂ. സിനിമ ഇപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചെറായി സ്റ്റാർ ടാക്കീസ്, ഇപ്പോൾ സ്റ്റാർ ടാക്കീസ് ഇല്ല, ചെറായി സ്റ്റാർ ടാക്കീസ് വന്നത്. അതിനു മുമ്പ് കോവിലകത്തുംകടവിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സിനിമ കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട്. കോവിലകത്തുംകടവിൽ ശ്രീവള്ളി, ജഗതല പ്രതാപൻ, 1000 തലൈ വാങ്ങിയ അപൂർവ ചിന്താമണി, ഇങ്ങനെയുള്ള ചില സിനിമകളൊക്കെ കണ്ട ഓർമ്മ. ശ്രീവള്ളി ആന പിടിക്കാൻ വന്നിട്ട് വെള്ളത്തിലേക്ക് ചാടുന്നതെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിത്രം, ഒരു ഷോട്ട് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്ഥിരമായിട്ടുള്ളൊരു തിയേറ്റർ വന്നത് ചെറായി സ്റ്റാർ ടാക്കീസാണ്. അവിടെ ആദ്യം വന്നത് ഒരു തെലുങ്ക് ചിത്രമായിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. 2ാമത്തെ ചിത്രം ജീവിതനൗകയായിരുന്നു. ജീവിതനൗക. ആ ജീവിതനൗക കാണാൻ അന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ കാശില്ലല്ലോ. അപ്പോൾ ജീവിതനൗക കാണാനായിട്ട് ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ചേട്ടൻ നടന്ന് പോകണമല്ലോ, നടന്നു പോയി. അന്ന് തറ ടിക്കറ്റ് ഉണ്ട്, തറ. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾ തറക്കാണ് ഇരിക്കുന്നത്. തറയെന്ന് പറഞ്ഞാൽ വെറുതെ തറ, മണ്ണ്, മുൻവശത്തും മണ്ണാണ്. ആ മണ്ണിൽ പോയിരിക്കണം. ചിലപ്പോൾ ആളുകൾ അവിടെ തുപ്പിയിട്ടിട്ടുണ്ടാവും, അതിൻ്റെ മീതൊക്കെ ആയിരിക്കും നമ്മൾ ചെന്ന് എത്തുന്നത്. ആളുകൾ ബീഡി വലിക്കുന്നവരൊക്കെ ധാരാളം ഉള്ള കാലമാണ്. അതൊക്കെ അവിടെ എറിഞ്ഞിട്ടിട്ടുണ്ടാവും. അതിലിരുന്നാണ് തറ ടിക്കറ്റുകാർ കാണുന്നത്. ഇപ്പുറം ബെഞ്ചുകാർ. അപ്പോൾ ബെഞ്ചിലിരിക്കാൻ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ മിക്കവാറും പാവപ്പെട്ട ആളുകളൊക്കെ കാശ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള തറയിൽ തന്നെയാണ് ഇരുന്ന് കണ്ടിരുന്നത്. പിന്നെ കസേരയൊക്കെ ഉള്ളതിന് വലിയ റേറ്റായിരുന്നു. അത് ഒത്തിരി നിവൃത്തിയുള്ളവർക്ക് മാത്രം ഒന്ന് കാണാൻ കഴിയും. അങ്ങനെ ഉള്ള ഒരു ക്ലേശകരമായ ഒരു സാഹചര്യത്തിലാണ് വളർന്ന് സ്കൂളിലൊക്കെ പോയി പഠിച്ച് അങ്ങനെ പതുക്കെ പടിപടിയായിട്ട് വന്നത്. അച്ഛൻ്റെ പേരെന്താ? എൻ്റെ അച്ഛൻ്റെ പേര് അന്തപ്പൻ എന്നായിരുന്നു. സാമാന്യം എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാകണം. നല്ല ഇംഗ്ലീഷൊക്കെ പറയും. ഞാൻ വായിക്കുന്ന അപ്പോൾ തെറ്റ് വലുതൊക്കെ കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. വെളുപ്പിന് ഞാൻ തന്നെ പഠിക്കാൻ എന്നെ ഉണർത്തിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ വരാന്തിയിൽ തന്നെ ഒരു മുളന്തൂണായിരുന്നു. മുളയുടെ തൂണാണ്. ആ മുളന്തൂണിലൊരു വിളക്ക്, പാട്ടവിളക്ക് ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ എന്നെ നിർത്തിയിട്ട് മോന് കൂടി ഒന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോകണം.
അതൊക്കെ വലിയ പ്രചോദനമായിരുന്നു. ഞാൻ പഠിക്കാനൊക്കെ വിളിച്ച് ഉണർത്തി. അപ്പം ഞാൻ വായിച്ച് പഠിക്കാൻ ആ ചെറിയ വെളിച്ചത്തിൽ ഇങ്ങനെ വായിച്ച് ആ മണ്ണ് വിളക്കിൻ്റെ പുകയുടെയും കരിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് അങ്ങനെ വായിച്ച് പഠിച്ച് പതുക്കെ. അപ്പോൾ പഠിക്കാനൊന്നും അങ്ങനെ മടിയൊന്നും ഇല്ലാത്ത കൂട്ടത്തിലായിരുന്നു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എങ്കിലും പഠിച്ച് മുന്നിട്ട് പോകാൻ കഴിയില്ലെന്ന് അറിയാം. അപ്പോൾ ഒരു 5ാം ക്ലാസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കൂടിയാലും ഒരു 7ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും പണി, നാട്ടിൻ തൊഴിലുകൾ, മിക്കവാറും അങ്ങനെയാണ് കുട്ടികളൊക്കെ അന്ന് ചെയ്യുന്നത്. 7ാം ക്ലാസ് ഒരു 5ാം ക്ലാസ് വരെ എത്തുമ്പോഴേക്കും പ്രൈമറി സ്കൂളിൽ വെച്ച് തന്നെ നിർത്തിയിട്ട് ഓരോ തൊഴിൽ. ഇപ്പം നമ്മുടെ നാട്ടിൽ അന്ന് ഞാൻ പറഞ്ഞ കയർ തൊഴിലുണ്ടായിരുന്നു. പിന്നെ വന്നതാണ് കൽപ്പണിക്കാർ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിലെ ആളുകളാണ് കൂടുതൽ അന്നത്തെ അഭിമാനകരമായൊരു തൊഴിലായിട്ട് മാറിയത്. മറ്റ് സമൂഹത്തിൽപ്പെട്ട ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ അന്ന് ചെത്ത് പഠിക്കാൻ, ചെത്ത് വ്യവസായം ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ്. അപ്പം ചെത്ത് തൊഴിലാളികൾ അതും മാന്യതയുള്ള തൊഴിലായിട്ട് മാറി. പിന്നെ ഏത് കടകളുടെ മുമ്പിൽ ചെന്നാലും ബീഡി തെറുപ്പുകാരുണ്ടായിരുന്നു. ബീഡി വലിയ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ മിക്കവാറും സി ക്ലാസ് കടകൾ എന്ന് പറയും. സി ക്ലാസ്, വെറ്റില മുറുക്കാൻ, ബീഡി ഇതൊക്കെ വിൽക്കുന്ന കടകൾ ധാരാളം ഉണ്ടായിരുന്നു. ആ കടകളുടെ മുന്നിലിരുന്ന് ഈ ബീഡി തെറുപ്പുകാർ, ചെറുപ്പക്കാർ ബീഡി തെറുക്കും. നല്ല ഒരു ജോലിയായിട്ടാണ് അന്ന് പെട്ടെന്ന് വരുമാനം കിട്ടുന്ന, പെട്ടെന്ന് പഠിച്ച് ചെയ്യാവുന്നൊരു ജോലി ആയതുകൊണ്ടാണ് അന്ന് ധാരാളം പേര് ചെറുപ്പക്കാരെ ആകർഷിച്ചിരുന്നൊരു ജോലിയാണ് ബീഡി തെറുപ്പ്. ഇതൊക്കെയാണ്. അത് വരുമാനം തുച്ഛമുള്ളൂ, അതിന് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. അതും എല്ലാ ദിവസവും ബീഡി തെറുപ്പ് ഇല്ല, ഇടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ആ സാഹചര്യം ഒരു ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒരു കാലഘട്ടം തന്നെ. അത് പൂർണ്ണമായിട്ടും മാറാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ പഠിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പുസ്തകങ്ങളൊന്നുമില്ല. കഷ്ടി ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പുസ്തകം ഉണ്ടാവും, ഒരു മലയാള പുസ്തകം. ബാക്കി പുസ്തകമൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. എല്ലാ പുസ്തകവും വാങ്ങണമെങ്കിൽ ഒരുപിടി പണം വേണം. അതൊന്നും നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഉള്ളത് പഠിക്കും. പിന്നെ സാറുമാർ നോട്ട് എഴുതി തരും. പ്രകൃതി പാഠം, കൃഷിശാസ്ത്രം, ഭൂമിശാസ്ത്രം, ഇതൊക്കെയാണ് അന്നത്തെ വിഷയങ്ങൾ. അത് ആ നിലക്കുള്ള നോട്ടുകളൊക്കെ എഴുതി തരും. ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ കടലാസിലൊക്കെ കുറിച്ചിട്ട് അത് പഠിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ 5ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചിരുന്നത് സെൻറ്റ് റൂക്കീസ് പ്രൈമറി സ്കൂളിലാണ്. സെൻറ്റ് റൂക്കീസ് പ്രൈമറി സ്കൂൾ അവിടെ വീടിനടുത്തുള്ള, അന്ന് എല്ലാവരും വീടിനടുത്തുള്ള സ്കൂളുകളിൽ പഠിക്കുള്ളൂ. അകലെ പോയി പഠിക്കുന്നവർ ഇല്ല. എല്ലാവർക്കും ഇഷ്ടം അതായിരുന്നു, വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ പഠനം അവിടെ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സെൻറ്റ് മേരീസ് സ്കൂൾ, പിന്നെ ഈ അടുത്ത് ഉള്ള ഒരു UP സ്കൂൾ ഇതാണ്. ഇപ്പോൾ ഇവിടേക്കാണ് വന്നത്. ഇവിടേക്ക് വരുമ്പോഴും അന്നും നമുക്ക് ഈ ഗെയിം ഫീസൊക്കെ കൊടുക്കണം. ഗെയിം ഫീസ് എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ ഫീസുണ്ട്. അതൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് നിസ്സാര ഇതുള്ളൂ, എങ്കിലും അന്ന് കൊടുക്കാൻ, അത് മാറ്റിവെച്ച് കൊണ്ടുവന്ന് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, അതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഗെയിം ഫീസൊക്കെ കൊടുക്കാത്ത കുട്ടികളെ പുറത്താക്കുന്ന, കിട്ടുന്നവരെ പുറത്താക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ ധാരാളം പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കഷ്ടി ഇങ്ങനെ 7ാം ക്ലാസ് വരെയൊക്കെ ഇവിടെ എത്തി. 1 1 2 തേൻ കുടിച്ചു 1 2 3 3 മൂലയിലെ കുന്ന് 3 3 4 നാഴിയുരിപ്പാല് 4 അപ്പോൾ ആ സാഹചര്യം ഒരു ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒരു കാലഘട്ടം തന്നെ. അത് പൂർണ്ണമായിട്ടും മാറാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ പഠിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പുസ്തകങ്ങളൊന്നുമില്ല. കഷ്ടി ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പുസ്തകം ഉണ്ടാവും, ഒരു മലയാള പുസ്തകം. ബാക്കി പുസ്തകമൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. എല്ലാ പുസ്തകവും വാങ്ങണമെങ്കിൽ ഒരുപിടി പണം വേണം. അതൊന്നും നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഉള്ളത് പഠിക്കും. പിന്നെ സാറുമാർ നോട്ട് എഴുതി തരും. പ്രകൃതി പാഠം, കൃഷിശാസ്ത്രം, ഭൂമിശാസ്ത്രം, ഇതൊക്കെയാണ് അന്നത്തെ വിഷയങ്ങൾ. അത് ആ നിലക്കുള്ള നോട്ടുകളൊക്കെ എഴുതി തരും. ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ കടലാസിലൊക്കെ കുറിച്ചിട്ട് അത് പഠിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ 5ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിച്ചിരുന്നത് സെൻറ്റ് റൂക്കീസ് പ്രൈമറി സ്കൂളിലാണ്. സെൻറ്റ് റൂക്കീസ് പ്രൈമറി സ്കൂൾ
അവിടെ വീടിനടുത്തുള്ള അന്ന് എല്ലാവരും വീടിനടുത്തുള്ള സ്കൂളുകളിൽ പഠിക്കുള്ളൂ, അകലെ പോയി പഠിക്കുന്നവർ ഇല്ല. എല്ലാവർക്കും ഇഷ്ടം അതായിരുന്നു, വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ പഠനം അവിടെ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സെൻറ്റ് മേരീസ് സ്കൂൾ, പിന്നെ ഈ അടുത്ത് ഉള്ള ഒരു UP സ്കൂൾ ഇതാണ്. ഇപ്പോൾ ഇവിടേക്കാണ് വന്നത്. ഇവിടേക്ക് വരുമ്പോഴും അന്നും നമുക്ക് ഈ ഗെയിം ഫീസൊക്കെ കൊടുക്കണം. ഗെയിം ഫീസ് എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ ഫീസുണ്ട്, അതൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അത് നിസ്സാര ഇതുള്ളൂ, എങ്കിലും അന്ന് കൊടുക്കാൻ, അത് മാറ്റിവെച്ച് കൊണ്ടുവന്ന് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, അതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഗെയിം ഫീസൊക്കെ കൊടുക്കാത്ത കുട്ടികളെ പുറത്താക്കുന്ന, കിട്ടുന്നവരെ പുറത്താക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ ധാരാളം പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കഷ്ടി ഇങ്ങനെ 7ാം ക്ലാസ് വരെയൊക്കെ ഇവിടെ എത്തി. പിന്നെ 8ാം ക്ലാസ് വരുമ്പോൾ പഠിക്കാൻ കഴിയില്ലെന്ന് നമുക്ക് തന്നെ അറിയാം. അത്രയും പോകാൻ കഴിയില്ല, കാരണം അതിന് ഫീസ് കൊടുക്കണം. 8ാം ക്ലാസ്സിൽ ഫീസുണ്ട്. ആ ഫീസ് കൊടുക്കാൻ 6 രൂപയാണ് ഫീസ്, നിവൃത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളും തീരുമാനിച്ചിട്ടുണ്ട്, കുടുംബക്കാരും തീരുമാനിച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിവൻ ഏതെങ്കിലും തൊഴിലിനിങ്ങനെ പോവും, തൊഴിലിന് തിരിച്ചു വിടണം, പോകുന്നല്ല തിരിച്ചു വിടണം, എന്നാലേ ഇത് കുടുംബത്തിൻ്റെ പട്ടിണിയൊക്കെ മാറുള്ളൂ എന്നുള്ള തോന്നലിൽ ആ ചിന്തയിലേക്കാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ എന്നെയും ചേർത്തില്ല. സ്കൂൾ തുറന്നു 2 ആഴ്ചയോളം കഴിഞ്ഞു. മറ്റു കുട്ടികളൊക്കെ പോകുമ്പോൾ ഞാൻ സങ്കടപ്പെട്ടിങ്ങനെ ഇരുന്ന് കരയും. എനിക്ക് അതേപോലെ പോകാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ പോകാൻ കഴിയില്ല. 2 ആഴ്ച ഞാൻ കരഞ്ഞു സ്കൂൾ തുറന്നിട്ട്. ഒടുവിൽ ഇവർ തന്നെ കണ്ടപ്പോൾ ഈ കഷ്ടം തോന്നിയിട്ട് എൻ്റെ അപ്പം പറഞ്ഞെന്നാ അതിൽ ഒരു സാറ് പോവാന്ന്. ഈ സെൻറ്റ് മേരീസിലുള്ള ഒരു സാറ് അപ്പുറത്ത് ട്യൂട്ടോറിയൽ നടത്താൻ പോകും. ACD അൽമേഡ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അവിടെ ഒരു ഫ്രാൻസ്ബെൽ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിരുന്നു. അപ്പം എല്ലാ ദിവസവും ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൂടിയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇനി ഇവനെ ചേർക്കാൻ എന്താണ് വഴി എന്ന് ആ സാറിനോട് എൻ്റെ അപ്പൻ ചോദിച്ചു. 2 ആഴ്ച സ്കൂളൊക്കെ തുറന്നു പ്രവർത്തനമായി, ഇനി ഇവൻ കരച്ചിലാണ്, അതുകൊണ്ട് ഇവനെ സ്കൂളിൽ ചേർക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, DEOൻ്റെ അനുവാദം വേണം ഇനി ചേർക്കണമെങ്കിൽ. ആ DEOൻ്റെ അനുവാദം വാങ്ങി ആ സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ട് ചെന്ന് അവിടെ പറഞ്ഞാൽ ചേർക്കും. അതിന് അഡ്മിഷൻ ഫീസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അപ്പൻ സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അഡ്മിഷൻ ക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല, ചേർക്കണമെങ്കിൽ ചേർക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ ചേർക്കാം, അതിന് ഈ DEOയുടെ അനുവാദം വേണം. അന്ന് DEO ഇരിങ്ങാലക്കുടയാണ് DEO ഓഫീസ്. എൻ്റെ അപ്പൻ ജോലിയൊക്കെ കളഞ്ഞ് ഒരു ദിവസം വളരെ ബുദ്ധിമുട്ടി, അന്ന് ഇരിങ്ങാലക്കുടയൊക്കെ എത്താന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇരിങ്ങാലക്കുടയിൽ പോയി വീണ്ടും എന്നെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചേർക്കുന്നതിനുള്ള അനുവാദം വാങ്ങി വന്നു. അങ്ങനെ സ്കൂളിൽ ചേർത്തെന്ന് പറഞ്ഞാൽ ഫീസ് എങ്ങനെ കൊടുക്കുമെന്നൊന്നും നിർത്തിയില്ല. പക്ഷേ വളരെ ബുദ്ധിമുട്ടി. അപ്പൻ പലരോടൊക്കെ പറഞ്ഞും പലരുടെ ഒത്താശയോടുകൂടിയും അവരുടെ സഹായത്തോടുകൂടിയൊക്കെയാണ് പഠിച്ചത്. സാറന്മാരും എനിക്ക് വേണ്ടി പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് ഫീസ് വരവ് വെച്ചിട്ടുണ്ട്. അതിലൊരാൾ ധർമ്മ മാസ്റ്ററാണ്, ധർമ്മരത്ന മാസ്റ്റർ. ഞാനത് എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. ഞാൻ അവസാനിപ്പിച്ച് പോന്നിട്ടും കുട്ടികളെ വിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ച്, സാറ് കാശ് നീ കൊടുത്തതാണെന്ന് അവിടെ സാറിൻ്റെ കയ്യിൽ നിന്ന് കാശ് വെച്ചിട്ട് മറ്റു കുട്ടികളെ അറിയാതിരിക്കാൻ വേണ്ടി നീ നേരത്തെ എൻ്റെ കയ്യിൽ ഫീസ് തന്നതാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിച്ച് രംഗമൊക്കെ ധർമ്മരത്ന മാസ്റ്റർ. ഞാനത് പലപ്പോഴും പറയാറുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സഹായത്തിൽ തട്ടിമുട്ടി ഇങ്ങനെ SLC ഒക്കെ പാസ്സായി. പിന്നെ SLC പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അപ്പോഴേക്കും ഒരു അധ്യാപകനാകണമെന്നുള്ളൊരു മോഹമൊക്കെ മനസ്സിൽ ഉണ്ട്. അത് മിക്കവാറും ഹൈസ്കൂളിലൊക്കെ ചെന്നപ്പോൾ എനിക്ക് ഒരു അധ്യാപകനാകണം, അധ്യാപകരെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷവും അവർ പഠിപ്പിക്കുന്നത് കാണുമ്പോഴുള്ള കൗതുകവും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടൊരു അധ്യാപകൻ. നടക്കാത്ത കാര്യമാണെന്നറിയാം, എങ്കിലും ഒരു വലിയ സ്വപ്നം, ആകെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു അധ്യാപകനാകണമെന്ന്. എത്താൻ സാധിക്കില്ലെന്ന് ആണെങ്കിലും അങ്ങനെ ഒരു വലിയ മോഹം മനസ്സിൽ വെച്ചു. അങ്ങനെ SLC ഒക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ മൂത്ത കുന്നത്ത്
ട്രെയിനിങ് സ്കൂളുണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ അവിടേക്ക് ഒരു അപേക്ഷ അയച്ചു. കൃത്യമായിട്ട് ആ സമയമായപ്പോൾ ഒരു ചുവന്ന കാർഡ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അഡ്മിഷനുള്ള കാർഡ്, അതിൽ കൊണ്ടുപോകേണ്ട തുകയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് വരാൻ പറഞ്ഞ് കാർഡ് ഞാൻ ആദ്യം കാണിച്ചത് എന്നെ ഇവിടെ ഈ UP സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു സാറുണ്ട്, ജോർജ് സാറ്. ഒരു സാറിന് പറഞ്ഞാൽ ഇതവിടെ ചേരാനുള്ള ഇതാണ്, കാർഡാണ്, വേഗം പോയി ചേരണം. വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഒരു നിവൃത്തിയില്ല മോനെ, ഇനി നമുക്ക് ഫീസൊക്കെ കൊടുക്കണം, ഇപ്പോൾ ഇതിനെ തന്നെ ചേരണമെങ്കിൽ ഫീസൊക്കെ വേണം, ഇതൊന്നും നിവൃത്തിയില്ല, 2 കൊല്ലം പഠിക്കണം, ഇത് നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് നമുക്ക് ഇത് ഉപേക്ഷിക്കാം, നീ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കും, അതിനുള്ള അന്വേഷണമൊക്കെ ഞാൻ നടത്താൻ ആരെങ്കിലും ഏൽപ്പിക്കാം എന്നപ്പം പറഞ്ഞു. അവിടെ വെച്ച് പഠനം നിർത്തി. കൈത്തൊഴിലൊക്കെ പഠിക്കാനുള്ളൊരു ശ്രമമൊക്കെ ഞാൻ നടത്തിയെന്നല്ലാതെ ഞാൻ അതിലൊന്നും വിജയിച്ചില്ല. കാരണം അന്നത്തെ അത്ര ആരോഗ്യവാനായ ഒരു കുട്ടിയായിരുന്നില്ല, ഇതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും വേണ്ടത്ര വിജയിച്ചില്ല. ഇങ്ങനെ ഇരിക്കെ മാം ഒന്ന് 10ാം ക്ലാസ് പാസ്സായാലൊക്കെ ഒരു ഡിമാൻഡുള്ള കാലമാണല്ലോ. ട്യൂഷനൊക്കെ പിടിക്കും, ചില കുട്ടികൾ വീട്ടിൽ വരും, 2-3 വീടുകളിൽ ഞാൻ പോയി പഠിപ്പിച്ചിരുന്നു. അപ്പം നമുക്ക് തൽക്കാലം ഒരു ഷർട്ട് മുണ്ടൊക്കെ വാങ്ങാനുള്ള കാശും ഇതൊക്കെ ഈ ട്യൂഷനും കൊണ്ട് കിട്ടും അത്യാവശ്യം. പിന്നെ അന്ന് വായനയും ഉള്ള താല്പര്യവും ഇതൊക്കെ കൊണ്ട് അങ്ങനെ പോയി. ആ കാലത്ത് തന്നെ ആർട്സ് ക്ലബ്ബ് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ നാടകങ്ങളിലൊക്കെ ഉണ്ട്. ആ കലയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്, കയ്യെഴുത്ത് മാസികയായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നമ്മളെ നന്നായിട്ട് സഹായിച്ചിരുന്നു. ഇതൊക്കെ വെച്ച് പള്ളിപ്പുറം ജനത ആർട്സ് ക്ലബ്ബ് ഉണ്ടെന്ന് അവർ നേരത്തെ തന്നെ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എന്നെ ഒരു കൊച്ചു റോളിൽ അവരൊരു നാടകത്തിൽ അഭിനയിച്ചു, ജീവിതം എന്ന് പറഞ്ഞൊരു നാടകത്തിൽ അഭിനയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് 10ാം ക്ലാസ്സൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അപ്പനോ ഇവിടെ വന്നു പറഞ്ഞു, ഇവനെ ക്ലബ്ബിൽ ചേർക്കണം, ജനത ആർട്സ് ക്ലബ്ബ് ഞങ്ങളെല്ലാവരും കൂടി നടത്തുന്നതാണ്, അവിടെ നാടകമൊക്കെ പഠിക്കാം, അപ്പോൾ പല കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞ് ഞാൻ അവിടെ ആയി അതിൻ്റെ സെക്രട്ടറിയുമായി പെട്ടെന്ന് സെക്രട്ടറിയായി. പിന്നെ ആ നാടകലോകമൊക്കെ ആയിട്ട് നടന്ന് ട്യൂഷനും നാടകവും ഈ കലാപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കുറേ കാലം കഴിഞ്ഞു. അതിനിടയിൽ ഞാൻ ഇവിടുന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുന്ന് പോകേണ്ടി വന്നു. 2 കൊല്ലം ഇവിടെ ഉണ്ടായില്ല. കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അത് ശരിക്കും ഞാനിങ്ങനെ മറച്ചു വയ്ക്കുന്നൊരു കാര്യമാണ്. ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയിരുന്ന വീട്ടിലുള്ളൊരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് അവിടെ ആങ്ങളുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ആ ആങ്ങളുടെ വീട്ടിലാണ് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കും, മക്കളുടെ ട്യൂഷൻ. ഇവരുമായിട്ടൊക്കെ നല്ല സ്നേഹവും അടുപ്പവും ബന്ധമൊക്കെ വന്നതിന് ശേഷം ആണ് ഇവരുടെ കഥയൊക്കെ അറിയുന്നത്. ഇവർ ഒരാളായിട്ട് അടുപ്പമാണ്, വീട്ടുകാരതിന് കട്ടായമായ എതിരാണ്. അതുകൊണ്ട് ഇവർ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് അയാളുടെ അടുത്ത് എത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കാലവും. ഈ കാലത്ത് എൻ്റെ അടുപ്പവും സ്നേഹബന്ധമൊക്കെ വെച്ച് ഒരു ദിവസം ഇവർ എന്നോട് പറഞ്ഞ്, നാളെ ഈ വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല, അവരൊക്കെ തൃപ്പൂണിത്തുറയിൽ ഒക്കെ വിരുന്നു പോവുകയാണ്, നാളെ എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയ ദിവസവും, എന്നെ രക്ഷപ്പെടുത്താൻ നീയല്ലാതെ ഒരാളും ഇല്ല, നിനക്ക് മാത്രമേ എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നാളെ ഉണ്ടാകില്ല, ഈ മാവിൻ കൊമ്പത്ത് ഞാൻ തൂങ്ങി മരിച്ചു കിടക്കുന്നത് നീ കാണും. ഇത്രയും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. ഞാൻ വളരെ ചെറുപ്പപ്രായമാണല്ല, എനിക്ക് ഇവരെ ആയിട്ടുള്ള അടുപ്പും സ്നേഹമൊക്കെ കൊണ്ട് വലിയ ബഹുമാനമാണ്. ഇവരുടെ വാക്കിനെ തട്ടിക്കളയാനും പറ്റുന്നില്ല. ഞാൻ തൊട്ടടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് നാരായണദാസ് ഉണ്ട്. ആ നാരായണദാസൊക്കെ വഴിയാണ് ഞാനിവിടെ ട്യൂഷനൊക്കെ വന്നത്. അവനും അവൻ്റെ അമ്മയോടൊക്കെ ഈ വിവരം പറഞ്ഞപ്പോൾ, മോനെ നിൻ്റെ ജീവിതം അതോടുകൂടി തൊലയും, നീ ഒരിക്കലും അങ്ങനെ അവൾ പറയണത് കേട്ട് പോകരുത്,
പോയാൽ അവർ നിന്നെ തല്ലിക്കൊല്ലും. ഭയങ്കരന്മാരാണ്, വെടിവെച്ച ആളുകളെ വെട്ടിയൊക്കെ കൊല്ലുന്ന ആളുകളാണ്. അതുകൊണ്ട് നീ അതിന് നിൽക്കരുത് മോനെ എന്ന് പറഞ്ഞ് എന്നെ കട്ടായമായിട്ട് പറയും. എനിക്ക് ഊണും ഉറക്കമില്ല. പിന്നെയും ഒരു കത്ത് അവർ കൊടുത്തയച്ച് കുറേ ഗോൾഡും ഇതൊക്കെ ആയിട്ട്. എൻ്റെ ഇത് അവസാനത്തെ കത്താണ്. എന്നെ രക്ഷിക്കാൻ ഉള്ള പണം നിനക്ക് കാശ് കയ്യിലില്ലെങ്കിൽ ഒരു വണ്ടി ഏർപ്പാട് ചെയ്യാനായിട്ടുള്ള പണത്തിന് വേണ്ടി ഞാൻ 2 മാല, സ്വർണ്ണമാല കൊടുത്തയക്കുന്നുണ്ട്. ഇത് നീ എവിടെയെങ്കിലും വിറ്റ് ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എങ്ങനെ ഇത് എനിക്ക് ആത്മധൈര്യം വന്നു, എങ്ങനെ ഇതൊന്നും. ഞാൻ അന്ന് ടാക്സിയൊക്കെ ഒന്നും നമ്മുടെ നാട്ടിലില്ല. എവിടുന്നോ വന്ന ഒരു ടാക്സി കാരണം ഒരു കാര്യമൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം അമ്പലനടയിൽ വരാൻ പറഞ്ഞു. അവിടെ വെച്ച് ഇവരും അവർക്ക് ആദ്യത്തെ 2 മക്കളുണ്ടായിരുന്നു. ആ മക്കളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോയി. അന്ന് പിന്നെ പോലീസൊന്നും വഴിയിൽ കരച്ചിൽ കേട്ടാലും ശ്രദ്ധിക്കുന്നൊരു കാലം അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് പറഞ്ഞുകൂടാ. പോയി 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 ഓടി വൈകുന്നേരം അവിടെ എത്തി. പിന്നെ ഒരുപാട് സംഭവവികാസങ്ങൾ അതിനിടയിലുണ്ടാകും, ഞാൻ പറയുന്നില്ല. അവിടെ ഞാൻ 2 കൊല്ലം ഇവരുടെ ഒപ്പം ജീവിച്ചു. നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതിനിടയ്ക്ക് പോലീസ് കേസ് ഉണ്ടായിരുന്നു. പോലീസ് മുൻപ് സ്റ്റേഷനിൽ നിന്ന് അവിടെ അന്വേഷിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കത്തുണ്ടായിരുന്നു ഇവരുടെ. ആ കത്തൊക്കെ ഉള്ളതുകൊണ്ട് നിഷ്കളങ്കരാണ്, അതിൽ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കോൺസ്റ്റബിൾ തിരിച്ചു പോന്നു. ഇവരൊക്കെ കുറിച്ച് തിരിച്ചു പോന്നു. പിന്നെ നാട്ടിൽ ഞാൻ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ സുഖമില്ല, വളരെ ഇതാണ്, മോനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതിയപ്പോൾ അവർ തന്നെ നിർബന്ധിച്ച് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ആക്കി. അപ്പോൾ അതിനിടയിലാണ്, അപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ. അവിടെ ഞാൻ ഈ കാഞ്ഞങ്ങാട് നിൽക്കുന്ന കാലത്ത് തൊട്ടടുത്തൊരു നീലേശ്വരം, നമ്മുടെ കാവ്യമാധവൻ്റെയൊക്കെ നീലേശ്വരത്തൊരു ട്രെയിനിങ് സ്കൂളുള്ളതായിട്ട് അറിഞ്ഞു. ഞാനപ്പോൾ അവിടെ ഉള്ള കാലത്ത് തന്നെ ഒരു അപേക്ഷ അയച്ചിരുന്നു. അയച്ചിട്ട് അവിടുന്ന് എനിക്ക് കാർഡ് വന്നു. നീലേശ്വരത്തേക്കാണ് അപേക്ഷിച്ചതെങ്കിലും നീലേശ്വരത്ത് പെൺകുട്ടികൾ മാത്രം പ്രവർത്തിക്കുന്ന സ്കൂളായതുകൊണ്ട് തലശ്ശേരി പാലയാട് ഗവൺമെൻറ് TTIയിലേക്ക് ചേരാൻ പറഞ്ഞ് കാർഡ് വന്നു. ഞാൻ അവിടെ പോയി ചേർന്നു. പല ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും ശ്രദ്ധിക്കാതെ അവിടെ പോയി ചേർന്നു. അങ്ങനെയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലേക്ക് എത്തുന്നത്. പങ്ങി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച, പാലും തൈരും സൂക്ഷിച്ചോ, പായസമെല്ലാം മൂടിക്കോ, പത്തിരി ചുട്ടത് മാറ്റിക്കോ. അപ്പോൾ നീലേശ്വരം ട്രെയിനിങ് സ്കൂളിൽ പെൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് എനിക്ക് പാലയാട് ഗവൺമെൻറ് TTIയിലേക്കാണ് പ്രവേശനത്തിനുള്ള കാർഡ് വന്നത്. ഞാൻ എല്ലാ കാര്യവും മറന്നു അവിടെ ചെന്ന്. അപ്പോൾ പലരും എന്നെ ധൈര്യപ്പെടുത്തി, നീ അവിടെ പോയി ചേർ, എങ്ങനെയെങ്കിലും കാര്യം നടന്നോളൂ, 2 കൊല്ലം ഒക്കെ പല സഹായങ്ങളൊക്കെ കിട്ടും. അങ്ങനെ പഠിച്ചു അവിടെ ചെന്ന് ചേർന്ന് അവിടെ എത്തിയപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം 2-3 കൂട്ടുകാർ, നല്ല കൂട്ടുകാർ, അവർ ലീവ് റിസർവ് ടീച്ചർ എന്ന് പറഞ്ഞ് ടീച്ചർമാരായിട്ട് തന്നെ വർക്ക് ചെയ്യാണ്. അവർക്ക് ട്രെയിനിങ് ഇല്ല. അപ്പോൾ ലീവ് റിസർവ് ടീച്ചർമാരായിട്ട് ഇരിക്കുന്നതിനിടയിൽ തന്നെ ഇവരെ ട്രെയിനിങ്ങിന് സർക്കാർ വിടും. അങ്ങനെ വിട്ട് 2-3 പേരുണ്ടായിരുന്നു. ഒരാൾ അന്തിക്കാടുകാരനായിരുന്നു, ഒരാൾ മനക്കോടിക്കാരനായിരുന്നു, ഒരാൾ പെരുമ്പാവൂരുകാരനായിരുന്നു. ഈ സുഹൃത്തുക്കളൊക്കെ എന്നെ വലിയ ഇഷ്ടമായി. അവരായിട്ടുള്ള ആ സഹവർത്തിത്വത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും പിന്നെ എനിക്ക് അറിയേണ്ടി വന്നില്ല. അവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പണമില്ലെങ്കിലും. പിന്നെ വലിയ കലാപ്രേമികളുമായിരുന്നു ഇവർ. നാടകം, ഗാനമേള, ഇതൊക്കെ. അപ്പോൾ എന്ത് പരിപാടി തലശ്ശേരിയിൽ നടന്നാലും ഇവർ പോകുമ്പോൾ ആ ടിക്കറ്റ് എടുക്കുക, എനിക്കും ടിക്കറ്റ് എടുത്തിട്ടാണ് അവർ പോയിരുന്നത്. അങ്ങനെ അവരൊക്കെ ആയിട്ടുള്ള സഹകരണങ്ങളൊക്കെ വന്നതോടുകൂടി എനിക്ക് ഈ 2 കൊല്ലം കഴിച്ചു കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ വന്നു, പരീക്ഷയ്ക്ക് എഴുതി, കൃത്യമായിട്ട് റിസൾട്ട് വന്നു, പാസ്സായി.
നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇനിയിപ്പോൾ ജോലി എവിടെയെങ്കിലും അന്വേഷിക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു മാസം പാസ്സായി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിലെ അച്ഛൻ എന്നെ വിളിപ്പിച്ചു. അന്ന് ഫ്രാൻസിസ് കുറ്റിക്കൽ എന്ന് പറഞ്ഞ ഒരു മാനേജർ അച്ഛനാണ്. എല്ലാവർക്കും പേടിയുള്ളൊരു അച്ഛനാണ് മാനേജർ. ഞാനാണ് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എടോ തന്നെ പറ്റിയൊക്കെ പല കംപ്ലൈൻറ്റൊക്കെ കേൾക്കുന്നുണ്ട്. താൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ SF-കാരനായിരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 പേര് വന്ന് പറയുകയും ചെയ്ത്. അതൊന്നും നമുക്ക് വേണ്ട, സ്കൂളിൽ അതൊന്നും വേണ്ട. ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് സെൻറ്റ് റൂക്കി സ്കൂളിൽ. ഒരു ടീച്ചർ 3 മാസത്തേക്ക് ലീവ് എടുത്ത് പേർഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് ചേർന്നു എന്ന് പറഞ്ഞു. ഒരു കുറിപ്പ് വന്ന് അവിടെ ചെന്ന് ചേർന്നു. ആദ്യത്തെ ദിവസം തന്നെ ചെന്ന് നല്ല പാട്ടും ഇതൊക്കെ ഇട്ട് നല്ല രസകരമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആ 4 ദിവസം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായി. അങ്ങനെ വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടി വീട്ടിലെത്തി. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇവിടുന്ന് KK ജോസഫ് എന്ന് പറഞ്ഞൊരു കാക്ക ജോസ് ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. തന്നെ ഇങ്ങനെ അച്ഛൻ അർജൻറ്റായിട്ട് പള്ളിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എനിക്ക് സംഗതി കുഴപ്പമാണെന്ന് മനസ്സിലായി. ആരും എന്തോ പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സ്കൂളിലേക്ക് വരണ്ട എന്ന് പറയാനായിരിക്കും അച്ഛൻ വിളിക്കണേന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനങ്ങനെ പേടിച്ചാണ് അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് ആരോ അച്ഛനായിട്ട് സംസാരിച്ചേക്കുമ്പോഴാണ് ചെന്നത്. ഇത്തിരി നേരം കാലത്ത് നിന്നപ്പോൾ അച്ഛൻ പുറത്തേക്ക് വന്നു. സ്തുതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എടോ ഒരു വലിയ ഭാഗ്യവാനാണല്ലോ താൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ച് നടുങ്ങി നിന്നൊരാൾ താനൊരു ഭാഗ്യവാനാണല്ലോ എന്നാണ് അച്ഛൻ സംസാരിക്കുന്നത്. എന്താണ് അച്ഛൻ? എടോ ഇന്നു മുതലൊരു വേക്കൻസി, ഒരു പെർമനൻറ്റ് വേക്കൻസി പള്ളിപ്പുറം സെൻറ്റ് മേരീസ് സ്കൂളിൽ വന്നിട്ടുണ്ട്. താൻ അവിടെ പോയി ജോയിൻ ചെയ്യണം. അത് ഇനി മാറ്റമൊന്നുമില്ല, പെർമനൻറ്റ് ജോലിയാണ്. ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു ദിവസം സെൻട്രൽ കേസിൽ പോയിട്ടുള്ളൂ. 2ാമത്തെ ദിവസം ഇവിടെ. അപ്പം അന്ന് മേരി സിമേന്തി എന്ന് പറഞ്ഞൊരു ടീച്ചർ റിസൈൻ ചെയ്തിട്ട് ഇവിടുന്ന് ജോലി അവസാനിപ്പിച്ചിട്ട് മാലിപ്പുറത്തേക്ക് പോകും. ആ വേക്കൻസിയിലാണ് എന്നെ നിയമിച്ചത്. ആ നിയമനത്തിലൂടെയാണ് പിന്നീട് 33 കൊല്ലക്കാലം ഞാൻ അവിടെ പഠിപ്പിച്ചത്. അനിൽകുമാർ അടക്കമുള്ള ആളുകളെല്ലാം കൈകാര്യം ചെയ്ത് അവിടെ വെച്ചാണ്. പക്ഷേ ആ അധ്യാപന കാലം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൻ്റെ വഴിയെല്ലാം മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കുട്ടികളുടെ എഴുത്തുകാരനൊക്കെ ആയിട്ട് മാറാൻ കാരണം തന്നെ ഈ കുട്ടികളായിട്ടുള്ള സഹവാസമാണ്. പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളിൽ ചെറിയ കുട്ടികളായിട്ടുള്ള സഹവാസമാണ് അതിന് സഹായിച്ചത്. അങ്ങനെ ആ സഹവാസത്തിന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംഖ്യാഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, അക്ഷരപ്പാട്ടുകൾ ഇതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയത്. ചില കൊച്ചു കവിതകൾ. അന്ന് അനിൽകുമാറിനൊക്കെ അറിയാൻ കുറച്ച് കവിതകളേ ഉണ്ടാവുള്ളൂ പാഠപുസ്തകത്തിൽ, 1-2 കവിതകൾ. അല്ലാതെ മറ്റ് കവിതകളൊക്കെ ക്ലാസ് മുറിയിൽ കിട്ടാൻ വിഷമമാണ്. അപ്പോൾ കുട്ടികൾക്ക് കവിതയൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ട്. ധാരാളം കവിതകൾ വേണം, പുതിയ കവിതകൾ വേണം. അങ്ങനെ അവരെ പഠിപ്പിക്കാൻ പറ്റിയ ചില കൊച്ചു പാട്ടുകൾ ഞാൻ എഴുതി. പങ്ങി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച, പാലും തൈരും സൂക്ഷിച്ചോ, പായസമെല്ലാം മൂടിക്കോ, പത്തിരി ചുട്ടത് മാറ്റിക്കോ, പത്തായങ്ങൾ കൂട്ടിക്കോ. പങ്ങി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച, അങ്ങേ വീട്ടിൽ കയറിയിട്ട് അന്തിക്കഞ്ഞി മറിച്ചിട്ടു, മത്തി വറുത്തത് സാപ്പിട്ടു, മത്തങ്ങ കറി സാപ്പിട്ടു. പങ്ങി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച, ഉണ്ടക്കണ്ണുകൾ മിന്നുന്നു കുണ്ടാമണ്ടി അടുക്കുന്നു, കുണ്ടലി മണ്ടിക്കോ, പാണ്ടന്മാക്രി താണ്ടിക്കോ. ഇങ്ങനെയുള്ള ചില കൊച്ചു പാട്ടുകൾ എഴുതി അവരെ കേൾപ്പിച്ചപ്പോൾ അനിൽകുമാറൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് വളരെ ഭംഗിയായിട്ട് കുട്ടികൾ ചൊല്ലി ആക്ഷനൊക്കെ കാണിച്ച് നല്ല രസം. അപ്പോൾ ക്ലാസ് മുറി സജീവമാകുന്നു എന്നെനിക്ക് തോന്നി, ബോധ്യമായി. ക്ലാസ് മുറികളിൽ ഇത്തരം പാട്ടുകളൊക്കെ കൊണ്ട് ക്ലാസ് മുറി സജീവമാകുന്നുണ്ട്. എനിക്കും സമയം പോകുന്നു എന്ന് അറിഞ്ഞില്ല, കുട്ടികൾക്കും വലിയ ആനന്ദം. അപ്പോൾ ഇതൊരു നല്ലൊരു വഴി തെളിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ സംഖ്യ പഠിപ്പിക്കാനും ഗാനങ്ങൾ
1 3 2 തേൻ കുടിച്ചു വണ്ട്, 2 3 3 മൂലയിലേക്കൊന്ന്, 3 3 4 നാഴിയിരിപ്പാല്, 4 3 5 കായലിലെ കൊഞ്ച്. ഇങ്ങനെ ചില പ്രാസങ്ങളൊക്കെ വെച്ച് അപ്പോൾ കുട്ടികളത് സംഖ്യ പഠിക്കുകയും ചെയ്യും, പാട്ട് പാടുകയും ചെയ്യും, അറിയാതെ തന്നെ ഈ സംഖ്യാബോധം അവരുടെ മനസ്സിൽ ഉറക്കുകയും ചെയ്യും. ഈ തരം രചനകളൊക്കെ ഞാൻ പിന്നീട് അന്ന് ഉണ്ടായിരുന്നൊരു മാസികയാണ് ചിലമ്പൊലി. കുട്ടികൾക്ക് വേണ്ടി അന്ന് ഒറ്റ മാസികയേ ഉള്ളൂ, ചിലമ്പൊലി. ഈ ചിലമ്പൊലിയിലേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് പിറ്റേ ലക്കത്തിൽ തന്നെ അവരത് ചേർത്തു. അത് ചേർത്തോടുകൂടി അവിടെ തന്നെ അവർക്ക് ധാരാളം കത്തുകൾ വന്നു. ഇത് നല്ല പാട്ടാണ്, ഇതേപോലെയുള്ള ഗാനങ്ങളൊക്കെ ഇനിയും ഞങ്ങൾക്ക് വേണം, ഇത് ചിലമ്പൊലിയിൽ ഇനിയും ചേർക്കണം എന്നൊക്കെ പറഞ്ഞ ആവശ്യം. അപ്പം അന്ന് ഈ കത്ത് അവർ നമുക്ക് അയച്ചു തന്നു. ഏത് വർഷമാണ് സാർ? അത് 68 കാലഘട്ടമൊക്കെ ആയിരിക്കണം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത്തരം പ്രചോദനങ്ങളുണ്ടായി. പിന്നെ എഴുതാൻ തുടങ്ങി. അവിടെ നിന്നൊക്കെ ഈ ഇത്തരം ഗാനങ്ങളും കവിതകളും ഒക്കെ എഴുതുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരികയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഞാൻ മുതിർന്നവർക്ക് വേണ്ടിയുള്ള ചെറുകഥകളും കവിതകളും ഒക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു. അത് മുതിർന്നവർക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ വന്ന അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്, പിന്നെ 5-10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പൂമ്പാറ്റയുടെ വരവ്. പയ്യൻ കമ്പനിയുടെ പൂമ്പാറ്റ. അതിനു മുമ്പ് പൂമ്പാറ്റ ഉണ്ട്. P.A. വാര്യരാണ് തുടങ്ങിയത്. ആ കാലം മുതൽ ഞാൻ അതിൽ എഴുതുന്നതാണ്. P.A. വാര്യർ പൂമ്പാറ്റ തുടങ്ങിയ കാലം മുതൽ ഞാനതിൽ ഇത്തരം രചനകളാണ് ആദ്യം അയച്ചു കൊടുത്തു. വലിയ താല്പര്യത്തിലാണ് വാര്യർ ചേർത്തിരുന്നത്. ആദ്യമായിട്ട് ഞാനൊരു കുട്ടികൾക്കുള്ള നോവൽ എഴുതിയതും ഈ P.A. വാര്യരുടെ പൂമ്പാറ്റയിലാണ്. ആ പൂമ്പാറ്റ അത് വളരെ രസകരമായൊരു കഥ തന്നെയാണ്. ഞാൻ എഴുതി 10 അധ്യായമുള്ള എഴുതാൻ കാരണം P. നരേന്ദ്രനാഥിൻ്റെ കഥകൾ അതിൽ വരുന്നു, മാലിയുടെ നോവലുകൾ അതിൽ വരുന്നു, സുമംഗല ആയിടക്കാണ് കുറിഞ്ഞിയും കൂട്ടുകാരും എന്ന് പറഞ്ഞ് നീണ്ട കഥ അതിൽ എഴുതിയത് കണ്ടപ്പോൾ നമ്മളുടെ പേരും അതുപോലെ എല്ലാ ലക്കത്തിലും അച്ചടിച്ച് വരുമല്ലോ എന്നുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ കൊണ്ടാണ് ഒരു നോവൽ എഴുതി 10 അധ്യായം P.A. വാര്യർക്ക് അയച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് അതേപടി തന്നെ തിരിച്ചു വന്നു. ഒരു നീണ്ട കത്തോടു കൂടിയാണ് P.A. വാര്യർ തിരിച്ചയച്ചത്. ഇത് ഒരു തമ്പ്രാൻ, ഒരു ആദിവാസി പയ്യൻ, ആദിവാസി പെൺകുട്ടി, മാല, ഇതൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു കഥയാണ് ഞാൻ എഴുതി തുടങ്ങി. ഈ കഥ എഴുതിയിട്ട് 4 അധ്യായം നല്ല സ്മൂത്തായിട്ട് തമ്പുരാൻ ഇവൻ്റെ മൈനയെ പിടിച്ച് ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ മൈനയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം വരെയൊക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് ഒരു ഫാൻറ്റസിയുടെ ലോകത്തിലേക്കാണ്. കാടും ചെന്നായും മന്ത്രവാദിയും ഒക്കെ ഉള്ള ഒരു കഥയിലേക്ക് പോയി. കൊള്ളക്കാരും ഒക്കെ. കഥ 10 അധ്യായം ഉണ്ടായിരുന്നു ഞാൻ ഓർക്കണം. ഞാൻ അയച്ചു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഥയുടെ തുടക്കമൊക്കെ നന്നായി, 4 അധ്യായം ഒരേപോലെ വന്നിട്ടുണ്ട്. അത് മനുഷ്യജീവിതവുമായിട്ട്, സാധാരണ ജീവിതവും ജനജീവിതവുമായിട്ട്, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടികൾക്ക് പറ്റിയ കഥ പോലെ എനിക്ക് തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? വെറുതെ കാട് കയറിപ്പോയി. ഇങ്ങനെയുള്ള സാഹിത്യരചന, അത് നമ്മൾ എഴുതുന്നത് ഫാൻറ്റസി എഴുതിയ ഫാൻറ്റസി ആയിരിക്കണം. ഇത് മനുഷ്യജീവിതത്തിൻ്റെ കഥ, ഒരു ആദിവാസി പയ്യൻ്റെ കഥയല്ലേ എഴുതാൻ തുടങ്ങിയത്. ആ ആദിവാസി പയ്യൻ തന്നെ അങ്ങനെ വളർന്ന് നല്ല രീതിയിലേക്ക് പോകുന്ന രീതിയിൽ അവന് മാതൃകാപരമായിട്ടുള്ള രീതിയിലേക്ക് ആ കഥാപാത്രത്തെ വികസിപ്പിച്ചെടുത്ത് നോവലാക്കണം. അല്ലാതെ ഇത് നമുക്ക് ഈ രീതിയിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നീണ്ട കത്താണ്. തപ്പോ തപ്പോ തപ്പാണി തപ്പ കൊടുക്കേൽ എന്തുണ്ട്, നാഴിരി പഴയരി ചോറുണ്ട്, നാരായണൻ വെച്ച കറിയുണ്ട്, നാരായണി കാച്ചിയ മോരുണ്ട്. കഥ 10 അധ്യായം ഉണ്ടായിരുന്നു ഞാൻ ഓർക്കണം. ഞാൻ അയച്ചു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഥയുടെ തുടക്കമൊക്കെ നന്നായി, 4 അധ്യായം ഒരേപോലെ വന്നിട്ടുണ്ട്. അത് മനുഷ്യജീവിതവുമായിട്ട്, സാധാരണ ജീവിതവും ജനജീവിതവുമായിട്ട്, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടികൾക്ക് പറ്റിയ കഥ പോലെ എനിക്ക് തോന്നി.
പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? വെറുതെ കാട് കയറിപ്പോയി. ഇങ്ങനെയുള്ള സാഹിത്യരചന, അത് നമ്മൾ എഴുതുന്നത് ഫാൻറ്റസി എഴുതിയ ഫാൻറ്റസി ആയിരിക്കണം. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ കഥ, ഒരു ആദിവാസി പയ്യൻ്റെ കഥയല്ലേ എഴുതാൻ തുടങ്ങിയത്. ആ ആദിവാസി പയ്യൻ തന്നെ അങ്ങനെ വളർന്ന് നല്ല രീതിയിലേക്ക് പോകുന്ന രീതിയിൽ അവന് മാതൃകാപരമായിട്ടുള്ള രീതിയിലേക്ക് ആ കഥാപാത്രത്തെ വികസിപ്പിച്ചെടുത്ത് നോവലാക്കണം. അല്ലാതെ ഇത് നമുക്ക് ഈ രീതിയിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നീണ്ട കത്താണ്. ഞാനത് വായിച്ച് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പം എനിക്കാണ് വഴി തെറ്റിയതാണ്. അങ്ങനെ ഞാൻ ഈ 4 അധ്യായം വെച്ചു. പിന്നെയും ശ്രമിച്ചു. ബാക്കി 6 അധ്യായം കൂടി എഴുതി നല്ല രീതിയിൽ അന്ന് അയച്ചു, പ്രസിദ്ധീകരിച്ചു. 10 അധ്യായമായിട്ട് തന്നെ 10 ലക്കങ്ങളായിട്ട് തന്നെ പൂമ്പാറ്റയിൽ മിന്നാമിനുങ്ങ് എന്നുള്ള പേരിലാണ് ആ നോവൽ വന്നത്. ആദ്യമായിട്ട് 100 രൂപയുടെ ഒരു ചെക്ക് എനിക്ക് കിട്ടിയത്. 10 രൂപ വെച്ച്, ഒരു ലക്കത്തിന് 10 രൂപ വെച്ച് 100 രൂപയുടെ ഒരു ചെക്കും അദ്ദേഹത്തിൻ്റെ കത്തും പ്രോത്സാഹനം. ഇനിയും എഴുതണം, നല്ലൊരു മാതൃക ആണ് ഈ നിങ്ങൾ എഴുതിയ ഇത്. അപ്പോൾ ഈ ആ പയ്യൻ ഒരു ഇത് തീ പിടിച്ച ഒരു കുടുംബത്തിലെ ഒരു പുലയ കുടുംബം, ഇത് പാടവരമ്പിൽ താമസിക്കുന്ന പുലയ കുടുംബത്തിൽ തീ പിടിച്ചിട്ട് അവിടെ അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഇവൻ പൊള്ളലേറ്റ് മരിക്കുന്നു. പൊള്ളലേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നതായിട്ടുള്ള രീതിയിലാണ് കഥ അവസാനിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഈ കൊല്ലലൊക്കെ ഇതിൽ മരണം ഒക്കെ കുട്ടികളുടെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്, എന്നാൽ നന്നായി. അത് പിന്നീട് പുസ്തകമായിട്ട് പ്രഭാത് ബുക്ക് ഹൗസ് ഓരോ വർഷം മുമ്പ് തന്നെ പുസ്തകമൊക്കെ ആയിട്ട് അച്ചടിച്ച് വന്നു. അതൊക്കെ എൻ്റെ എഴുത്തിൻ്റെ വളർച്ചയിൽ പ്രധാന ഘടകമായിരുന്നു. പിന്നീട് ആ 4 അധ്യായം കഴിഞ്ഞിട്ട് ബാക്കി 6 അധ്യായം ഉണ്ടായിരുന്നല്ല, അത് ഞാൻ കളഞ്ഞില്ല, അത് വെച്ചിരുന്നു. അതിൻ്റെ മുമ്പിൽ 4 അധ്യായം പുതുതായിട്ടുണ്ടാക്കി. അതാണ് ചെന്നായി വളർത്തിയ പെൺകുട്ടിയും മറ്റ് ബാലനോവലുകൾ എന്ന് പറഞ്ഞ് ഇപ്പം ഡി സി ഒക്കെ വളരെ താല്പര്യപൂർവ്വമാണ്. പിന്നെ ചെന്നായി വളർത്തിയ പെൺകുട്ടി എന്ന് പറഞ്ഞാണ് എന്നോട് അത് പ്രസിദ്ധീകരിച്ചത്. അത് ഇപ്പോൾ അവർ 5 നോവലുകൾ ഒന്നിച്ച് വലിയൊരു പുസ്തകമാക്കി. അപ്പോൾ അങ്ങനെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നപ്പോഴുള്ള ചില പ്രത്യേക പ്രോത്സാഹനങ്ങളും അത്ഭുതമൊക്കെ അങ്ങനെ വരുന്നതാണ്. 2 കാര്യങ്ങൾ സാറേ. ഒന്ന് ചോദ്യമാണോ? ബാലസാഹിത്യത്തിന് ആവശ്യമായ ഒരു റിതം, താളം, അതിൻ്റെ ലയം കുട്ടിക്ക് മുഴുവനായും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മുഴുകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫോർമാറ്റ്, അത് സാറിൻ്റെ കഥകളിലും കവിതകളിലും ചൊല്ലുകളിലുമൊക്കെ സജീവമാണ്. ഈ ചൊല്ലുകളിലേക്ക്, ഈ ഋതത്തിലേക്ക് ഒരു ദിവസം പ്രത്യേകിച്ച് പഠിച്ചെടുത്ത് വരാൻ പറ്റില്ല. എങ്ങനെയാണ് ആ ഒരു ഋതം സാറിൻ്റെ ഭാഷയുടെയും അക്ഷരങ്ങൾ അടുക്കുന്നതിൻ്റെയും സങ്കല്പനങ്ങളുടെയൊക്കെ ഭാഗമായി വരുന്നത്, അത് രൂപപ്പെടുന്നത് എങ്ങനെയാണ് സാറിൻ്റെ ജീവിതത്തിൽ? അത് എൻ്റെ അമ്മൂമ്മയുടെ മിടുക്കാണ്. അമ്മൂമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അമ്മയല്ല, അമ്മയുടെ അമ്മയാണ്, ഞാറക്കൽക്കാരിയാണ്. ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കാണാനായിട്ട് വരും, ഞങ്ങളെ കാണാനായിട്ട് വരും. അപ്പോൾ ഈ അമ്മയുടെ മനസ്സ് നിറയെ, ചുണ്ട് നിറയെ കഥകളും കവിതകളുമായിരുന്നു. അങ്ങനത്തെ ഒരു സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ലാത്തൊരു പാവ അമ്മൂമ്മ, പക്ഷെ മനസ്സ് നിറയെ ഈ മുത്തശ്ശിപ്പാട്ടുകളും കഥകളും നിറഞ്ഞായിരുന്നു. ഇത്ര കഥകളാണ് അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ നിരവധി പാടിയാലും കൊതി തീരാത്തത്ര രസകരമായ കൊച്ചു ഇത് മുത്തശ്ശിപ്പാട്ടുകൾ, നല്ല രസകരമാണ്. തപ്പോ തപ്പോ തപ്പാണി തപ്പ കൊടുക്കേൽ എന്തുണ്ട്, നാഴിരി പഴയരി ചോറുണ്ട്, നാരായണൻ വെച്ച കറിയുണ്ട്, നാരായണി കാച്ചിയ മോരുണ്ട്, നന്നായി ഒരുക്കിയ നെയ്യുണ്ട്. ഈ രീതിയിലുള്ള താളപ്പാട്ടുകൾ. അതുപോലെ തന്നെ അപ്പൊക്കുട്ട തൊപ്പക്കണ്ണ എപ്പോ കല്യാണം, പള്ളിക്കരയിൽ നെല്ല് വിളഞ്ഞാൽ അപ്പൊ കല്യാണം. ഈ രീതിയിലുള്ള പാട്ടുകൾ ഓരോന്നിനും ഓരോ ഈണമാണ്. കൊരങ്ങനും കടികൂടി, അതിലൊരു കൊരങ്ങൻ്റെ തല പോയി, എടുക്കട കൊരങ്ങ പുളിവാറ്, കൊടുക്കട കൊരങ്ങ 16. ആ രീതിയിലുള്ള പാട്ടുകൾ. അതുപോലെ തന്നെ റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടൽ തീര കണ്ടു കപ്പൽ കണ്ടു.
ഇതൊക്കെ അന്ന് മുമ്പ് ചൊല്ലിത്തന്ന പാട്ടുകളാണ്. ഇതൊക്കെ വളരെ സ്വാധീനം ഈ കവിത രചനയിൽ നമ്മുടെ മനസ്സിൽ ഇത്തരം ഈണങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഈണത്തിൽ തന്നെ നമുക്ക് കവിതകളൊക്കെ രചിക്കാൻ കഴിയും. ഞാനിപ്പോൾ പറഞ്ഞ റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു, വിളക്കും കണ്ടു, കടൽ തിര കണ്ടു, കപ്പൽ കണ്ടു, ഈ ഈണത്തിൽ തന്നെ ഞാൻ എത്രയോ കവിതകൾ രചിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഒരു കഥാകവിത എഴുതുന്നത് ഈ ഈണത്തിലാണ്. അത് എഴുതാൻ ഉള്ളൊരു കാരണം തന്നെയുണ്ട്. നമ്മുടെ പൂമ്പാറ്റ, പയ്യൻ കമ്പനിയുടെ പൂമ്പാറ്റ വലിയ വളർച്ചയിലെത്തി നിൽക്കുന്ന കാലം. ആ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആൾ ഞാൻ ഉണ്ടായിരുന്നു. എഴുത്തുകാരെന്ന നിലയിൽ ആ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പൂമ്പാറ്റയെ സഹായിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ്. അതിൻ്റെ എഡിറ്റർ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ മൂത്ത മകളുടെ ഭർത്താവ് NM മോഹനനായിരുന്നു. മോഹനൻ എൻ്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് എന്നെ ശരിക്ക് പ്രയോജനപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും എന്നെ തന്നെ ഇങ്ങനെ വലിയൊരു ലോകത്തിലേക്ക് കടത്തിവിട്ട ഒരാളാണ് അദ്ദേഹം. അതിൽ റീഡ് അലൗഡ് കഥകൾ എന്നുള്ള പേരിലൊരു പങ്ക്തി തുടങ്ങുന്നത് അങ്ങനെയാണ്. കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാനുള്ള, അമ്മമാരും ടീച്ചർമാരും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ആ കഥകൾ ഇല്ലാതാകുന്നു, അതുകൊണ്ട് നമുക്ക് കഥകൾ കൊടുക്കണം, എല്ലാ ലക്കത്തിലും ഓരോ കഥ വേണം എന്ന് പറഞ്ഞ് മാസത്തിലന്ന് മാസികയായിട്ടാണ് പൂമ്പാറ്റം തുടങ്ങിയത്. മാസത്തിൽ ഓരോ കഥ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാൻ തുടങ്ങി. ആദ്യം എഴുതിയത് തത്തമ്മയും നെൽക്കതിരും എന്നുള്ള കഥയാണ്. ഒരു മൂത്താശാരി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, തത്തമ്മയ്ക്ക് കതിർക്കൊല കിട്ടുന്നതും കതിർക്കൊല താഴെ വീഴുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. ആ നല്ല കുട്ടികൾക്ക് ഇങ്ങനെ തുടർന്ന് പോകാവുന്ന മനസ്സും ചുണ്ടും അവരുടെ ശ്രദ്ധയെല്ലാം തുടർന്ന് പോകുന്ന രീതിയിലുള്ള കഥകളാണ്. റീഡ് അലൗഡ് കഥകളുടെ പ്രത്യേകത അതാണ്. ശരിക്കും ഇംഗ്ലീഷിൽ അങ്ങനെ പണ്ട് മുതലുള്ളതാണ്. ആ രീതിയിലുള്ള കഥകളും മലയാളത്തിലുണ്ട്. നമുക്ക് ആ സ്റ്റൈല് പിടിച്ച് എല്ലാ ലക്കത്തിലും ഓരോ കഥ കൊടുക്കുന്നു. ആദ്യം ഈ തത്തമ്മയും കതിർക്കൊലയും കൊടുത്തപ്പോൾ തന്നെ നിരവധി അധ്യാപകരുടെ കത്തുകൾ വന്നു പൂമ്പാറ്റയിലേക്ക്. ഈ കഥ ഇനി ഒരിക്കലും മുടക്കരുത്, എല്ലാ ലക്കത്തിലും വേണം. അങ്ങനെ എല്ലാ മാസത്തിലും എഴുതാൻ തുടങ്ങി. അതിന് അധികം വേണ്ട റെഫറൻസൊക്കെ എനിക്ക് തരും. ഞാൻ ആ കഥ നന്നായിട്ട് ആളുകൾ സ്വീകരിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായപ്പോൾ നമുക്കും സന്തോഷം. അത് പിന്നീട് പൂമ്പാറ്റ ദ്വൈവാരികയായി, വാരികയായി. ഈ കാലത്തെല്ലാം മാസത്തിൽ 4 കഥ കൃത്യമായിട്ട് തയ്യാറാക്കി കൊടുക്കേണ്ട ചുമതല എനിക്ക് ഉണ്ടായിരുന്നു. അത് ഭംഗിയായിട്ട് ചെയ്തു. പൂമ്പാറ്റയുടെ അപ്രധാനപ്പെട്ട 28 വർഷത്തോളം കഥകൾ എഴുതി. നന്നായിട്ട് തന്നെ. ഇതെല്ലാവരും അതിൽ നിർത്താത്ത ഒരു പങ്ക്തി ഇത് മാത്രമായിരുന്നു. ഒരാളും നിർത്താൻ ആവശ്യപ്പെടാത്തതോ അത് തുടർന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ട ഒരു പങ്ക്തി ഇതായിരുന്നു, വായിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിലൂടെ അത് എൻ്റെ പേരിലായിരുന്നില്ല, ശാരിക എന്നുള്ള പേരിലായിരുന്നു. അപ്പം എൻ്റെ പേരിൽ പൂമ്പാറ്റയിൽ കഥയും പ്രാർത്ഥനാഗാനം, കഥ, പല ഐറ്റംസും സിപ്പി പള്ളിപ്പുറം എന്നുള്ള പേരിലുണ്ട്. ഒരേ പേര് തന്നെ എല്ലായിടത്തും വരണ്ടല്ല എന്ന് കരുതി ഈ മോഹനൻ തന്നെയാണ് പറഞ്ഞത്, മകളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശാരിക. നമുക്ക് ആ പേര് വെക്കാം, ശാരിക. അത് അന്ന് എല്ലാവരുടെയും മനസ്സിൽ കയറിപ്പറ്റിയൊരു പേരാണ്. ആ പേര് ആ കഥ തന്നെ പിന്നെ പലരും ആ രീതിയിൽ എഴുതാൻ ശ്രമിച്ചു. അതിലൊരാൾ ലതിക സുഭാഷാണ്. അന്ന് ലതിക സുഭാഷ് ഉണ്ണിക്കുട്ടൻ മാസികയിൽ പ്രവർത്തിക്കുന്ന കാലമാണ്. അവർ തന്നെ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്, എനിക്ക് കത്തെഴുതിയിട്ടുള്ളതാണ്. അന്ന് ഒരു ഏകലവ്യൻ ചെയ്തതുപോലെ, ദ്രോണാചാര്യർ പ്രതിഷ്ഠിച്ചതുപോലെ സിപ്പി പള്ളിപ്പുറം, കണ്ടിട്ടില്ലാത്ത സിപ്പി പള്ളിപ്പുറത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ശാരികയുടെ ആ പേരിൽ വരുന്ന കഥകളിൽ തുടർച്ചയായിട്ട് വായിച്ച് ആ മാതൃകയിൽ ഞാൻ അതിൽ കഥ എഴുതാൻ തുടങ്ങിയത്. പക്ഷേ അത് വിജയിച്ചില്ല, ആരും അത് ഇഷ്ടപ്പെട്ടില്ല, അതേപോലെ വന്നുമില്ല. അപ്പോൾ അതുപോലും അങ്ങനെ അതിനെ അനുകരിക്കാൻ പോലും ആളുകൾ ആ കാലത്തുണ്ടായി. ആ കഥകൾ എന്നെ വളരെ വലുതാക്കി. കാരണം അത് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ പുസ്തകത്തിലാക്കാൻ അന്ന് SPCS കാത്തു നിൽക്കുകയാണ്. SPCSലൂടെ അന്ന് പുസ്തകം വരിക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാലമാണ്. ആ കാലത്ത് SPCS അത് പുസ്തകമാക്കി. DC വന്നതിന് ശേഷം 79 മുതൽ എൻ്റെ
പുസ്തകങ്ങൾ, ഇത്തരം കഥകളെല്ലാം അപ്പുപ്പന്താടിയുടെ സ്വർഗയാത്രയൊക്കെ ഇറങ്ങുന്നത് വലിയ താല്പര്യത്തിൽ ഇന്നും 79 ശേഷമൊക്കെ ഇറങ്ങിയ ആ 79 മുതലുള്ള DC-യിൽ ഇറങ്ങിയ സകല പുസ്തകങ്ങളും ഇപ്പം നിലനിന്ന് പോവുകയാണ്. എത്രയോ എഡിഷനുകളായി. അതെല്ലാം ആളുകൾ താല്പര്യപൂർവ്വം വായിക്കുകയും അത് ഇഷ്ടപ്പെടുകയും അതിനെ കത്തെഴുതുകയും നമ്മളെ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ അനുഭവം മാറിയിട്ടില്ല. തുടർച്ചയായിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ ആ പൂമ്പാറ്റയിൽ നിന്ന് കിട്ടിയ അനുഭവം, ആ ക്ലാസ് മുറികളിൽ നിന്നാണ് ഞാനിങ്ങനെ വന്ന് ഈ വലിയ തലത്തിലേക്ക് എത്തുന്നത്. റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീണ്ട മാമങ്ക വേല കണ്ടു, വേലയും കണ്ടു, വിളക്കും കണ്ടു, കടൽ തീര കണ്ടു, കപ്പൽ കണ്ടു. സാഹിത്യത്തിലൊരു വഴി തിരഞ്ഞെടുക്കാനും ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കാനും അക്കാലത്ത് സാറിനെ സഹായിച്ച നിരവധി പേരുണ്ടാവും. മാത്രമല്ല ഇതിനൊക്കെ പശ്ചാത്തലമൊരുക്കിയ നിരവധി ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങളും ഏറ്റവും സമൃദ്ധമായിരുന്നൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സാറിന് തന്നെ സ്മരിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ് മുറികളിൽ നിന്നാണ് ഈ ബാലസാഹിത്യം രൂപപ്പെട്ടു വന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ഈ പൂമ്പാറ്റയുടെ വരവും ഞാൻ പറഞ്ഞു. ഈ പൂമ്പാറ്റയിലൊക്കെ ഇത് വരുന്ന കാലത്ത്, പൂമ്പാറ്റയിൽ എൻ്റെ രചനകളൊക്കെ വന്നു തുടങ്ങുന്ന കാലത്ത് എറണാകുളത്ത് വളരെ പരിചിതരായ 2-3 ഗുരുക്കന്മാർ, 3-4 പേരുണ്ട്, സ്ഥിരമായിട്ട് കാണുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്നു. അത് ഈ സാഹിത്യമൊക്കെയുള്ള താല്പര്യം കൊണ്ട് ഇടയ്ക്ക് സാഹിത്യ പരിഷത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് പോകും. പിന്നെ എറണാകുളത്ത് കേരള ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിൻ്റെ ചില ചുമതലകളൊക്കെ പിന്നീട് ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് മിക്കവാറും ഉണ്ടാവും. ഈ പരിചയത്തിൽ ഈ ടാറ്റാപുരം സുകുമാരൻ, CP ശ്രീധരൻ, TKC വടുതല തുടങ്ങിയ അന്നത്തെ നക്ഷത്രങ്ങളാണ്. അന്ന് വലിയ ആളുകൾ തന്നെയാണ് അവർ. മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന 3 പേരായിരുന്നു അവർ. അവർ പരിഷത്തിൻ്റെ ഭാരവാഹികളുമായിരുന്നു. ആ ഇടക്കാണ് ഞാൻ ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത്. അവരുടെ വാക്കിനൊക്കെ തന്നെ നമ്മൾ വലിയ വില കൽപ്പിച്ചിരുന്ന കാലമാണ്. ആ കാലത്താണ് ടാറ്റാപുരമാണ് എന്നോട് ഒരു ദിവസം പറഞ്ഞു, എടോ സിപ്പി, താൻ കേരള ടൈംസിൽ എഴുതുന്ന ആ സിന്ധു എന്ന് പറഞ്ഞ നോവല് ഒക്കെ കുട്ടികൾ എന്ത് താല്പര്യത്തിലാണ് വായിക്കുന്നത്, ഞങ്ങളുടെ മക്കളൊക്കെ. അതുപോലെ താൻ പൂമ്പാറ്റയെന്ന് പറഞ്ഞപ്പോൾ വന്ന പയ്യാൻ കമ്പനിയുടെ പൂമ്പാറ്റയിലും താൻ എഴുതുന്നുണ്ടല്ല, അതൊക്കെ അവർ വലിയ കൗതുകത്തോടു കൂടിയാണ് നോക്കണത്. അപ്പോൾ അതെ, നല്ലൊരു വഴിയാണെന്ന് തോന്നുന്നു. താൻ അതിൽ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികളുടെ സാഹിത്യത്തിൽ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന, കാരണം കുട്ടികൾ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നുണ്ടല്ലോ തൻ്റെ സാധനം, അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. CP ശ്രീധരനും കണ്ടപ്പോൾ ഇത് തന്നെയാണ് എന്നെ ഉപദേശിച്ചത്. അത് കഴിഞ്ഞ് TKC വടുതല കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു, ഇത് നല്ലൊരു അവസരമാണ്, സിപ്പി ബാലസാഹിത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് നല്ലത്, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പറഞ്ഞു. അപ്പം 3 വലിയ ഗുരുക്കന്മാരാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ വാക്കിന് വിലയുള്ളതാണെന്ന് വിചാരിച്ച് ഞാൻ കൃത്യമായിട്ട് പിന്നീട് ഈ പൂമ്പാറ്റയുടെ തട്ടകത്തിലൊക്കെ തന്നെ ഉറച്ചു നിന്നു. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അത്രയും ഒരു സൗഭാഗ്യം ഒരു എഴുത്തുകാരന് വേറെ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് സംശയമുള്ളൂ. ബാലസാഹിത്യത്തിൽ ഏതായാലും അങ്ങനെ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് അത്ര നമ്മൾ എഴുതുന്നത് അപ്പം തന്നെ പുസ്തകമാക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്നു. അത് കൃത്യമായിട്ട് തന്നെ നല്ല പ്രസാധകരിലൂടെ, ഏറ്റവും സമുന്നതരായ പ്രസാധകരിലൂടെ പുറത്തു വരുന്നു. അതിൻ്റെ പല എഡിഷനുകളും ഓരോ വർഷം തോറും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വലിയ വളർച്ചയുടെ കാലമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തിരിഞ്ഞു നോക്കാതെ ഞാൻ നിന്ന് എഴുതി. അന്നത്തെ ബാലപ്രസിദ്ധീകരണങ്ങളിലെല്ലാം എല്ലാവരും ആ ബാലപ്രസിദ്ധീകരണം പുതുതായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം എന്നെ വിളിക്കും, അല്ലെങ്കിൽ എനിക്ക് കത്തെഴുതും. കുമ്മാട്ടി, പൂമ്പാറ്റ കഴിഞ്ഞ് ഉടനെ എറണാകുളത്ത് നിന്ന് ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമായിരുന്നു കുമ്മാട്ടിയും പപ്പു എന്ന മാസിക ഏതോ ഒരു ഇത്തിരി സാഹിത്യ തൽപരനായ ഒരു പണക്കാരൻ വന്ന് തുടങ്ങിയതാണ്. അതിൽ പപ്പുവിൻ്റെ എഡിറ്ററായിട്ട് അന്ന് അയ്യപ്പനാണ് അയ്യപ്പൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് അയ്യപ്പൻ അത്ര അറിയപ്പെടുന്ന ആളല്ല, ഇതിൽ വന്ന് തുടങ്ങുന്ന കാലമാണ്. അവരാണ് കുമ്മാട്ടി എന്ന് പറഞ്ഞ പേരിൽ കുട്ടികളുടെ ഒരു മാസിക തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് താങ്കളുടെ രചനയോടുകൂടി ഞങ്ങൾക്ക് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ഓഫീസിൽ ഒരു ദിവസം പോയി. ആ കച്ചേരിപ്പടി ഭാഗത്ത് ചിറ്റൂർ റോഡിൽ ആയിരുന്നു അവരുടെ ഓഫീസ്. അവിടെ പോയി ഞങ്ങൾക്ക് എഴുതി തരണം, അതിന് പൈസയൊക്കെ ഞങ്ങൾ മുൻകൂർ വേണമെങ്കിൽ അത് തരാം എന്നൊക്കെ പറഞ്ഞ്
അപ്പം ഞാൻ ഈ പൂമ്പാറ്റകളുടെ അടുപ്പം കൊണ്ട് എനിക്ക് അത്ര ധൈര്യമായിട്ട് അവരോട് ഇടപഴകാനും ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും ഞാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അവർക്ക് എഴുതി കൊടുത്ത ഒരു കവിത അതിൻ്റെ പരസ്യത്തിന് ഉപയോഗിച്ചത് ആ കവിതയാണ്, എൻ്റെ കവിതയാണ്. മറ്റ് പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അവർ കുമ്മാട്ടി മാസിക വരുന്നു എന്ന് പറഞ്ഞ് ആദ്യം ഇത് എൻ്റെ കവിതയാണ്. വടകരയുള്ളൊരു കടയിൽ നിന്നും കടമായി വാങ്ങിയ കുടയും ചൂടി കുടവരുള്ളൊരു തടിയന്മാ വടയിൽ നിന്ന് വരുന്നത് കണ്ടോ. ഒരു നാഴികക്കല്ലിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ട് അവർ ഈ കവിത അതിൽ ചേർത്തിരുന്നു. വടകരയുള്ളൊരു കടയിൽ നിന്നും കടമായി വാങ്ങിയ കുടയും ചൂടി കുടവയറുള്ളൊരു തടിയന്മാവൻ വടയിൽ നിന്ന് വരുന്നത് കണ്ടു. ഇത് ഒറ്റ ശ്വാസത്തിൽ പാടേണ്ട പാട്ടാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അന്ന് ഈ ഒറ്റ ശ്വാസ പാട്ടുകൾക്കൊക്കെ വലിയ കൗതുകവും അത് താല്പര്യമുള്ള ഒരു കാലമായിരുന്നുകൊണ്ട് അത്തരത്തിലുള്ള കവിതകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ കുമ്മാട്ടി വന്നു. പിന്നെ അന്ന് കുറേ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ വരുന്ന കാലത്ത് അത്രയേറെ പ്രസിദ്ധീകരണങ്ങളില്ല. കിങ്ങിണി എന്ന് പറഞ്ഞ് പാലക്കാട് നിന്ന് ഒരു പ്രസിദ്ധീകരണം ഉണ്ടായി. ഈ ചിലമ്പൊലി ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ചിലമ്പൊലി നല്ല മസിയായിരുന്നു. അന്നത്തെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് തോമസാണ് ചിലമ്പൊലിയിൽ വരച്ചിരുന്നത്. 2 കളറിലടിച്ചിരുന്ന ഒരു ബാലമാസിക എന്നുള്ള ആദ്യത്തെ ഖ്യാതി കിട്ടുന്നത് ഇതിലാണ്. ചുപ്പരനും ചെപ്പുക്കുടവും എന്ന് പറഞ്ഞ ഇതൊക്കെ തുടങ്ങുന്നതും അതിലാണ്. അപ്പോൾ ആ ബാലമാസിക ഇത് ചിലമ്പൊലി നിന്നു. കിങ്ങിണിയിൽ ഞാൻ എഴുതും പാലക്കാട് ഒരു ബാലാമണിയമ്മയാണ്. കവയത്രി ബാലാമണിയമ്മ അല്ല, വേറൊരു ബാലാമണിയമ്മയാണ് അതിൻ്റെ എഡിറ്ററായിരുന്നു. അതിലെഴുതും. പിന്നീടാണ് ഓരോരോ പ്രസിദ്ധീകരണങ്ങൾ പതുക്കെ തലയുയർത്തി വരുന്നത്. ഈ പൂമ്പാറ്റയുടെ വളർച്ച കണ്ടതിന് ശേഷമാണ് ബാലരമ രംഗത്ത് വരുന്നത്. ആ ബാലരമയിൽ വന്നപ്പോൾ ഈ പൂമ്പാറ്റയിലുണ്ടായിരുന്ന എഡിറ്റർ മോഹനനെ ഈ ബാലരമയിലേക്ക് അവർ കൊണ്ടുപോയി. ബാലരമയിലേക്ക് മോഹനം വന്നത് വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് ബന്ധപ്പെട്ടിരുന്നു. എന്നെ സഹായിക്കണം, പഴയതുപോലെ തന്നെ പൂമ്പാറ്റയിൽ സഹായിച്ചിരുന്ന പോലെ എല്ലാ സഹായവും ഉണ്ടാകണം, ഞാൻ അതിൻ്റെ റെഫറൻസൊക്കെ നേരത്തെ തരും. ഒരു 2 മാസം മുമ്പ് തന്നെ അദ്ദേഹം ബാലരമ ഓഫീസിൽ പോയി ചാർജ് എടുത്തതിന് ശേഷം തയ്യാറാക്കേണ്ട കാര്യങ്ങൾക്കുള്ള റെഫറൻസ് സാധനങ്ങളൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഞാൻ ധാരാളം എഴുതി കൊടുത്തു. അങ്ങനെ 2 ഇതിലും ഈ റീഡ് അലൗഡ് കഥകൾ എഴുതേണ്ടി വന്നു. അപ്പോൾ പയ്യൻ കമ്പനിയുടെ പൂമ്പാറ്റയിലും ഞാൻ അന്ന് എഴുതിയിരുന്നു. ബാലരമയിലും മോഹനം പോയതുകൊണ്ട് ബാലരമയിലും ഈ പങ്ക്തി തുടർന്നു. ഇപ്പോൾ 2നും ഒപ്പം 8 കഥകൾ വേണം. ഈ 8 കഥകൾ ഞാൻ ഓരോ മാസത്തിൽ 8 കഥ 8 കഥ കൃത്യമായിട്ട് കൊടുത്തിരുന്നു. അതിനിടയ്ക്ക് ഈ പയ്യൻ കമ്പനിയുടെ ഉടമസ്ഥൻ SV പൈ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. സിപ്പി പള്ളിപ്പുറത്തിൻ്റെ നല്ല കഥകളൊക്കെ ബാലരമക്കാണ് കൊടുക്കുന്നത്, പൂമ്പാറ്റയ്ക്ക് അവഗണനയാണ് ഉള്ളതെന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം ആരെങ്കിലും പറഞ്ഞിട്ടാണോ അത് മനഃപൂർവ്വം തോന്നിയിട്ടാണോ ഇങ്ങനെ പരാതി പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അതെല്ലാം എഴുത്ത് ഈ പ്രസിദ്ധീകരണങ്ങളെല്ലാം എന്നെ കൂടുതലായിട്ട് സഹായിച്ചു. പിന്നെ ലാലുലീല വന്ന് ആ ഇടയ്ക്ക് ലാലുലീല കോട്ടയത്ത് നിന്ന് മനോരാജ്യം പത്രക്കാരുടെ ലാലുലീല വന്നു. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ബലൂൺ വന്നു. മാധവിക്കുട്ടിയുടെ മക്കൾ ബലൂൺ എന്ന് പറഞ്ഞ ഒരു മാസിക തുടങ്ങി. പിന്നെ ഇത് കളിക്കുടുക്ക ഒക്കെ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്നതാണ്. ബാലരമയുടെ തന്നെ കളിക്കുടുക്ക, ബാലഭൂമി. ഇതിന് ശേഷമാണ് ബാലഭൂമി വരുന്നത്. ഇവർക്കൊക്കെ വന്നതിന് ശേഷമാണ് ബാലഭൂമിയുടെ വരെ. ബാലഭൂമി പിന്നെ മിന്നാമിന്നി തുടങ്ങി. അതിനോടൊപ്പം ഈ കോട്ടയത്ത് നിന്ന് നിരവധി പ്രസിദ്ധീകരണങ്ങൾ, പൂഞ്ചോല, കളിച്ചെപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള കുട്ടികളുടെ മാസികകളൊക്കെ ഇടയ്ക്ക് വന്നതാണ്. തിരുവനന്തപുരത്ത് നിന്നും വന്നു കുഞ്ഞാറ്റക്കിളി എന്നൊക്കെ പറഞ്ഞുള്ള മാസികകൾ വന്നു. ഇങ്ങനെ കുറേ പ്രസിദ്ധീകരണങ്ങൾ 34ഓളം കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ ഒരു അവസരത്തിലുണ്ടായിരുന്നു. 34. ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ മലയാളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മാസികകൾ ആ അവസരത്തിലുള്ളത്. അതിൽ പലതും നിന്നുപോയി. ചിലത് പ്രളയകാലത്ത് നിന്നു, ചിലത് കോവിഡ് കാലം വന്നതോടുകൂടി മിക്കവാറും അസ്തമിച്ചു. ഇപ്പോൾ കഷ്ടി നിൽക്കുന്ന കുറച്ച് മാസികകളിലും ഇത് ഇന്നെല്ലാം ഇപ്പോൾ മറ്റ് പ്രതിസന്ധികളല്ല, കുട്ടികൾ വായിക്കാത്തതിൻ്റെ പ്രതിസന്ധിയാണ്. കുട്ടികൾ ഇതെല്ലാം കൈവിടിഞ്ഞ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അതുപോലെ യൂട്യൂബിലേക്കും ഒക്കെ പോകുന്നത് കൊണ്ട് അവർക്ക് ഈ ഇങ്ങനെയുള്ള വായനയുടെ ലോകത്തെ പറ്റിയുള്ള ചിന്ത മറന്നു. പുസ്തകങ്ങൾ തന്നെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന കുട്ടികൾ വളരെ കുറവുള്ളൂ. എങ്കിലും പുസ്തകങ്ങൾ വിറ്റഴിയുന്നുണ്ട്, അതൊരു സത്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മുടെ പുസ്തകങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്
ഓരോ 6 മാസം കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നന്നായിട്ട് നമ്മുടെ പുസ്തകങ്ങളൊക്കെ പോയിട്ടില്ല. അപ്പോൾ പുസ്തകങ്ങൾ ചിലവാകുന്നുണ്ട്. ഇത് കുട്ടികൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നമ്മൾ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. കാരണം നമ്മളുടെ കൺമുമ്പിൽ അങ്ങനെ ഒരു കാഴ്ചയില്ല. ഇപ്പോൾ എവിടെ ചെന്നാലും ഒരു തൂണും ചാരി ഇരുന്ന് പുസ്തകം വായിക്കുന്ന കുട്ടികളാണ് നമ്മൾ കണ്ടിരുന്നത്. വഴിയിൽ കൂടി നോക്കിയാൽ നല്ല അഭിമാനിയായ ഒരു ചെറുപ്പക്കാരനെ കണ്ടിരുന്നത് ഒരു പുസ്തകം നിവർത്തി പിടിച്ച് വായനശാലയിൽ നിന്ന് വരുന്ന പുതിയ പുസ്തകം കിട്ടിയ ആ ചെറുപ്പക്കാരൻ്റെ ആനന്ദമാണ് കണ്ടത്. അതൊന്നും ഇപ്പോൾ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ആ വായനയുടെ പുസ്തകമൊന്നും നമുക്ക് ഉപേക്ഷിക്കാനായിട്ടില്ല. അത് ആളുകൾക്ക് ഇങ്ങനെ വാട്സപ്പിൻ്റെ ഇതൊക്കെ വന്ന് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇതൊക്കെ വന്നതോടുകൂടി ഇനി പുസ്തകങ്ങളുടെ ആവശ്യമില്ലെന്നുള്ള അത് വെറുതെ ഒരു പറച്ചിലാണ്. പുസ്തകങ്ങൾ കുറേ കാലം കൂടി നിലനിൽക്കും, പുസ്തകങ്ങൾ വേണം. ആ പുസ്തക വായനയുടെ ആനന്ദം വളരെ വലുതാണ്. ആ ഒരു സുഖം, ആ ഒരു സംതൃപ്തി, പുസ്തകം നോക്കിയിരുന്ന് വായിക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി ഇപ്പോഴും നമുക്ക് കൈവീടിയാൻ കഴിയില്ല. അത് വളരെ വലുതാണെന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. അപ്പോൾ കുട്ടാക്കണ്ണ എപ്പോൾ കല്യാണം, പള്ളിക്കരയിൽ നെല്ല് വിളഞ്ഞാലപ്പോൾ കല്യാണം. സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത എഴുത്തുകാർ? ഞാൻ നേരത്തെ പറഞ്ഞ TKC വടുതല, അതുപോലെ തന്നെ CP ശ്രീധരൻ, ടാറ്റപുര സുകുമാരൻ. അവർ ആദ്യം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന എറണാകുളത്തുള്ള ആ ബന്ധത്തിലാണ് അങ്ങനെ വന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരാൾ ഫാദർ ജോർജ് വെളിപ്പറമ്പിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കേരള ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രം വളരെ കാലം നിലനിന്ന പത്രമാണ്. നിരവധി ആളുകൾ കടന്നു വന്നൊരു വഴിയാണ്. പലരും അതിൻ്റെ പേരൊക്കെ പറയാൻ ഇപ്പം മടി കാണിക്കുന്നുണ്ടെങ്കിലും നിരവധി ആളുകൾ കടന്നു വന്നൊരു വഴിയാണ് കേരള ടൈംസ്. ഇപ്പോൾ ജോൺ പോൾ കേരള ടൈംസ് വഴി വന്ന ആളാണ്. സെബാസ്റ്റ്യൻ പോൾ കേരള ടൈംസ് വഴി വന്ന ആളാണ്. PF മാത്യൂസ് കേരള ടൈംസ് വഴി വന്ന ആളാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പോലും അതിൻ്റെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത്, യുഗപ്രതിഭയുടെ ക്യാമ്പുകളിൽ ശില്പശാലകളിലൊക്കെ പങ്കെടുത്ത ഒരാളായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മഞ്ഞുമ്മലൊക്കെ വെച്ച് നടന്നിട്ടുള്ള ക്യാമ്പുകളിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പങ്കെടുത്ത് എനിക്കറിയാം. ഞാനായിരുന്നു അതിൻ്റെ ഒരു പ്രധാന ഒരു ഡയറക്ടറുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആൾ. അതുകൊണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം. അപ്പോൾ അങ്ങനത്തെ ആളുകളുടെ ഒരു സ്വാധീനം, അടുപ്പം ഒന്നുണ്ട്. വൈക്കം ചന്ദ്രശേഖരൻ നായരൊക്കെ ആയിട്ട് നല്ല ബന്ധമായി. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ക്യാമ്പുകൾ നടന്നിരുന്ന കാലത്ത് ക്യാമ്പുകളുടെ പല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യാൻ വൈക്കത്തിനെ ഞാൻ വിളിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നതും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഇന്നും ആളുകൾ പറയാറുണ്ട്. കാളിദാസൻ്റെ ആ മഹത്വം വർണ്ണിച്ചുകൊണ്ട്, കാളിദാസ കവിതയിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ട് അന്ന് വൈക്കം ചന്ദ്രശേഖരൻ നായർ ചെയ്ത പ്രഭാഷണങ്ങളെ പറ്റി ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് അഭിമാനത്തോടു കൂടി. അതുപോലെ ഇവിടെ പള്ളിപ്പുറം ഫൈൻ ആർട്സ് സൊസൈറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആദ്യം ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഈ സ്വപ്ന തിയേറ്ററിൽ വൈക്കം ചന്ദ്രശേഖരൻ നായരാണ് വന്നത്. അതൊക്കെ ആ അടുപ്പം കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതുവഴി പിന്നെ എനിക്ക് ഈ സാഹിത്യകാരന്മാരായിട്ട് വേറൊരു അടുപ്പം ഉണ്ടാകാനുള്ളൊരു വഴിയുണ്ടായത് കേരള ടൈംസിൻ്റെ വാർഷിക പതിപ്പ് ഞാൻ വളരെ കാലം കൈകാര്യം ചെയ്തിരുന്നു. ആദ്യകാലത്ത് ഒരു നടുവിൽ മഠം ശങ്കരനാരായണ അയ്യർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ. ഈ നടുവിൽ മഠം ശങ്കരനാരായണ അയ്യർ മരിച്ചതിന് ശേഷം ഈ അതിൻ്റെ മാനേജിങ് എഡിറ്ററായിരുന്ന ജോർജ് വെളിപ്പറമ്പിൽ അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഇനി സിപ്പി നോക്കിയാൽ മതി. അപ്പം നമ്മളോട് വിശ്വാസം അന്നത്തെ എഴുത്തിലുള്ള അറിയപ്പെടാൻ തുടങ്ങിയ ഒരാളെന്നുള്ള നിലക്ക് എന്നെ ആക്കിയതാണ്. ഞാനത് ഭംഗിയായിട്ട് വളരെ വർഷത്തോളം കേരള ടൈംസിൻ്റെ വാർഷിക പതിപ്പ് കൈകാര്യം ചെയ്തു. അപ്പോൾ അതിലൂടെ അഴീക്കോട് അടക്കമുള്ള ആളുകൾ ആയിട്ട് കൂടുതൽ അടുത്ത് ബന്ധപ്പെടാൻ ഒക്കെ സാധിച്ചത് അതുകൊണ്ടാണ്. നിരവധി എഴുത്തുകാർ, ആ കാലത്തുള്ള നിരവധി എഴുത്തുകാരെ ബന്ധപ്പെട്ട് KL മോഹനവർമ്മയായാലും സി രാധാകൃഷ്ണനായാലും ഒക്കെ ബന്ധപ്പെടാനുള്ള അവസരം ഈ കേരള ടൈംസ് വഴിയുണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ അതേപോലെ നിലനിൽക്കുകയും പുതുക്കുകയും ഒക്കെ ചെയ്തു. അഴീക്കോട് സാറൊക്കെ ഈ വീട്ടിലും വന്ന് വളരെ മരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പായിരിക്കും ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എൻ്റെ സഹധർമ്മിണിയായിട്ട് വളരെ നേരം പ്രഭാഷണ കല എന്ന പാഠത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഇവിടെ ഇരുന്നതൊക്കെ ഓർക്കുകയാണ്.
അത് കഴിഞ്ഞാണ് അമല ആശുപത്രിയിലേക്ക് പോയ കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത് ഡ്രൈവർ വിളിച്ചു പറഞ്ഞത്. കുഞ്ഞുണ്ണി മാഷുമായിട്ടുള്ള കുഞ്ഞുണ്ണി മാഷായിട്ടുള്ള ബന്ധം വളരെ വലുതാണ്. അത് ഈ കൊച്ചി ഭാഗത്ത് പരിപാടിക്ക് പോകണമെങ്കിൽ ഇവിടെ വരും, ഞങ്ങൾ ഒന്നിച്ചാണ് പോയിരുന്നത്. മിക്കവാറും ഞങ്ങൾ ഒന്നിച്ചുള്ള പരിപാടികളായിരുന്നു കൂടുതലും. ഈ എറണാകുളം കൊച്ചി ഭാഗത്തൊക്കെ നടന്നിരുന്ന കൂടുതലും പരിപാടിയാണ്. അപ്പോൾ ആ ഒരു അടുപ്പം വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവും. ഇപ്പോൾ വടക്കോട്ടുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് പോവും. അങ്ങനെയൊക്കെ ഒരുപടി മഞ്ചേരി, കോഴിക്കോടൊക്കെ നിരവധി തവണ പോകും. അപ്പോൾ അതൊരു വലിയ അനുഭവമായി. അനുഭവം എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ ഏറ്റവും അടുത്ത പരിചയക്കാരും ബന്ധക്കാരും ആയത് മാത്രമല്ല, നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചോർന്ന് കിട്ടാനിടയായി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഓരോരോ അനുഭവങ്ങൾ, ഓരോരോ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ, ഇതൊക്കെ ഈ പൂക്കിൽ പങ്കുവച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റിയുള്ളൊരു നല്ല പുസ്തകം എഴുതാനും എനിക്ക് കഴിഞ്ഞു. ഒരിടത്തൊരിടത്ത് ഇദ്ദേഹം മരിച്ചപ്പോൾ ഒരു പ്രസാധകൻ ആദ്യം വിളിച്ചെന്നോട് പറഞ്ഞ ഇതാണ്, നമുക്ക് കുഞ്ഞുണ്ണി മാഷെ പറ്റി മലയാളത്തിൽ വരുന്ന ആദ്യത്തെ കുട്ടികളുടെ പുസ്തകം നമ്മളുടേതായിരിക്കണം, അത് താങ്കൾ എഴുതണം. ഞാൻ 2 മാസം പണിപ്പെട്ട് അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി എന്നുള്ള പുസ്തകം ഉണ്ടാകുന്നത്. ആ പുസ്തകത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ആദ്യമായിട്ട് കുട്ടികൾക്കുള്ള അവാർഡ് ഏർപ്പെടുത്തിയിട്ട് ആദ്യം 2010 കിട്ടിയതും ആ പുസ്തകത്തിനാണ്. അപ്പോൾ അതേ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു അനുഗ്രഹം കൂടി അതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ പേര് ബാലസാഹിത്യത്തോട് ചേർത്ത് വെക്കുമ്പോൾ ആ പേരിന് തന്നെ ഒരു സുകുമാരി ഉണ്ടായിരുന്നു. അതേ ഒരു സുകുമാരി പിന്നെ കേരളം അനുഭവിച്ചത് സിപ്പി എന്നുള്ള പേരില്ല. ഈ പേര് സാറിന് സ്വയം അനുഭവിച്ചത് എങ്ങനെയാണ്? ഈ പേര് എനിക്ക് യാദൃച്ഛികമായി വീണ് കിട്ടിയൊരു പേരാണ്. യാദൃച്ഛികം എന്ന് പറയാൻ പറ്റില്ല, ഇതിങ്ങനെ വളരെ കുറവുള്ളൂ. ഇത് അപ്പൂപ്പൻ്റെ പേരാണ്, എൻ്റെ സ്വന്തം അപ്പൂപ്പൻ്റെ പേരാണ്. അപ്പൂപ്പൻ അറിയപ്പെട്ടിരുന്നത് സിപ്പി ശിപായി എന്ന പേരിലാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എപ്പോഴും സിപ്പി ശിപായിയുടെ പേരക്കുട്ടിന്ന് എന്നെ വിളിച്ചിരുന്ന ആളുകൾ, മുതിർന്ന ആളുകളൊക്കെ സിപ്പി ശിപായിയുടെ പേരക്കുട്ടിയാണെന്ന് പറയാറുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഏതോ ഒരു ശിപായി ആയിരുന്നു, ഏതൊരു ഓഫീസിലെ ശിപായി ആയിരുന്നു ഇരിക്കും അദ്ദേഹം. അപ്പോൾ ആ പേര് പോകാതിരിക്കാൻ വേണ്ടി ഈ മാമോദിസയ്ക്ക് ഒരു പേരിടണമല്ലോ, പേരിട്ടത് എനിക്ക് ഇതാണ്. യഥാർത്ഥ പേര് അവരിട്ടത് സിപ്രിയാൻ എന്നാണ്, ഒരു സെയിൻ്റാണ്. സിപ്രിയാൻ എന്നുള്ള പേരാണ് ഇട്ടത്. അപ്പോൾ ആ പേര് ഒന്ന് ചുരുക്കിയിട്ട് അവർ എന്നെ വീട്ടുകാർ വിളിച്ചത് സിപ്പി എന്നുള്ള പേരിലാണ്. അത് സത്യത്തിൽ ഒരു അനുഗ്രഹമായി. കാരണം എല്ലാവരും പറയാറുള്ളതാണ് ഈ പേര് വളരെ പ്രത്യേകതയുള്ളൊരു പേര് തന്നെയാണ്, താങ്കൾക്കറിയാതെ വീണ് കിട്ടിയതെന്ന് പറയാറുണ്ട്. അത് എനിക്കും വലിയ സന്തോഷകരമായിട്ടാണ് അനുഭവം. എൻജോയ് ചെയ്തിട്ടുണ്ട്. അതെ, ബാലസാഹിത്യത്തോട് കറക്റ്റായിട്ട് കണക്ഷനാണ്.